بسم الله الرحمن الرحيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون أياما معدودات فمن كان منكم مريضا أو على سفر فعدة من أيام أخر وعلى الذين يطيقونه فدية طعام مسكين فمن تطوع خيرا فهو خير له وأن تصوموا خير لكم إن كنتم تعلمون. السلام عليكم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يؤمنون بالله واليوم الآخر ويأمرون بالمعروف وينهون عن المنكر ويسارعون في الخيرات وأولئك من الصالحين. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും നമുക്ക് വേണ്ട എല്ലാം കനിഞ്ഞരുളി ഈ ഭൂമിയിൽ നമ്മെ താമസിപ്പിക്കുകയും ചെയ്യുന്ന സർവശക്തനായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് അള്ളാഹുവിൻ്റെ ദീൻ പഠിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലും നമ്മുടെ ചുറ്റുപാടിലും നമുക്ക് അള്ളാഹു ഉണ്ടാക്കി തന്നിരിക്കുകയാണ്. ജീവിതത്തിലെ ഏത് സന്തോഷങ്ങൾക്കും ഏത് അനുഗ്രഹങ്ങൾക്കും ഏത് അനുകൂല സാഹചര്യങ്ങൾക്കും നാം അള്ളാഹുവോട് കടപ്പെട്ടിരിക്കുന്നു. അവന് നാം നന്ദി പറയേണ്ടതുണ്ട്. നമ്മുടെ ഹൃദയാന്തരാളങ്ങളിൽ നിന്നും ആ സന്തോഷം അള്ളാഹുവോട് നമ്മൾ രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഇതെല്ലാം ഒരു പുണ്യകർമ്മമായി, സൽക്കർമ്മമായി അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഒരു പക്ഷേ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പെരിന്തൽമണ്ണ ഹൈസ്കൂളിൽ വെച്ചുകൊണ്ട് നമ്മൾ ആരംഭിച്ച ഈ റമദാൻ പ്രഭാഷണങ്ങൾ ഇന്ന് നമ്മളിവിടെ ഒരുമിച്ച് കൂടുമ്പോൾ ഈ മാതൃക സ്വീകരിച്ചുകൊണ്ട് കേരളത്തിലെ ഒട്ടനവധി പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ഞായറാഴ്ചകളിൽ ഇതുപോലെയുള്ള പ്രഭാഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപക്ഷേ ഈ മഹത്തായ ദീനീ പരിപാടികൾക്കുള്ള പ്രബോധന മാതൃക സൃഷ്ടിച്ചത് നമ്മളുടെ ഈ പട്ടണത്തിൽ നിന്നാണെന്നത്
നമുക്കതിനൊരു പ്രതിഫലം ലഭിക്കും എന്ന നിലക്ക് നമുക്ക് അനുസ്മരിക്കാവുന്ന, അതല്ലെങ്കിൽ ഓർക്കാവുന്ന ഒരു സന്തോഷമാണത്. സഹോദരങ്ങളെ, അതിനിയും നിന്നുപോവാതെ നടന്നു പോകുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഈ മാസത്തെ റമദാൻ പ്രഭാഷണങ്ങളെ കുറിച്ച് ആലോചിക്കുവാൻ വേണ്ടി ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഇവിടെ വളരെ പ്രവർത്തന പരിചയവും പാരമ്പര്യവുമുള്ള ഒരു സുഹൃത്ത് നമ്മളോട് സൂചിപ്പിച്ചു, കഴിഞ്ഞ നാളുകളത്തേതുപോലെ ആളുകൾ ഇനിയും അനുകൂലമായി നമ്മുടെ പ്രഭാഷണങ്ങളോട് പ്രതികരിക്കുമോ? എല്ലാ സ്ഥലത്തും പ്രഭാഷണങ്ങളായി, എല്ലാ സ്ഥലത്തും റമദാൻ പ്രഭാഷണങ്ങൾ വന്നു. അങ്ങനെ വരുമ്പോൾ ഇനി പഴയതുപോലെയുള്ള വിജയ സാധ്യതകൾ ഉണ്ടോ എന്നൊരാശങ്ക പ്രകടിപ്പിക്കുകയുണ്ടായി. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആളുകളോ അവിടെ ആധിക്യമോ സാന്നിധ്യമോ അല്ല പ്രധാനം. നമ്മൾ തുടർന്നു വന്ന ഒരു നന്മ, അതിൽ നിന്നും ദീനിനെ കുറിച്ച് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ സാഹചര്യങ്ങളിൽ നിന്ന് പോയിക്കൂടാ എന്ന കണിശമായ നിർബന്ധത്തിന്റെയും താല്പര്യത്തിന്റെയും അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വർഷവും റമദാൻ പ്രഭാഷണം നമ്മുടേതായ സൗകര്യങ്ങളിലും പരിമിതികളിൽ നിന്നും നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന ഏതൊരു നന്മകൾക്ക് പിന്നിലും സഹോദരങ്ങളെ മരണത്തിനപ്പുറത്തുള്ള അള്ളാഹുവിന്റെ തൃപ്തിയും പ്രതിഫലവുമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അള്ളാഹു ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കും ഇതിനുവേണ്ടി സഹകരിക്കുന്നവർക്കും ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവർക്കും മാനസികമായും അല്ലാതെയും ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നവർക്കും സർവ്വവിധ പ്രതിഫലങ്ങളും നന്മകളും പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, ഇന്നത്തെ സാഹചര്യങ്ങളെയും കാലഘട്ടങ്ങളെയും മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മളൊരു വിഷയം ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത്, തിന്മയുടെ വഴികൾ. യഥാർത്ഥത്തിൽ പാപത്തിന്റെ വഴികൾ എന്ന് പറയുന്ന ഈ ഒരു ആലോചന നമ്മുടെ കൂട്ടായ ഒരു ചിന്തയാണ്, ഒരു ചർച്ചയാണ്. കൂടുതൽ വിവരങ്ങളും അറിവുകളും നിങ്ങൾക്ക് പ്രദാനം ചെയ്യുക എന്നതിലുപരി നമ്മുടെ മനസ്സിന്റെ മുഴുവൻ നിലനിൽക്കുന്ന ഒരു വലിയ ആശങ്കയെ ദൂരീകരിക്കുക ക്രിയാത്മകമായി എന്നതാണ് ഈ ചർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം. സത്യത്തിൽ നമ്മൾ കേൾക്കുന്ന വാർത്തകളും വൃത്താന്തങ്ങളും എല്ലാം നമ്മളെ ആശങ്കപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തെറ്റുകൾ എല്ലാ പരിധികളും ലംഘിച്ച് സമൂഹത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് സഹോദരങ്ങളെ. ഒരു പക്ഷേ എല്ലാവരെ കുറിച്ചുമുള്ള വിശ്വാസം നമുക്ക് നഷ്ടപ്പെടുമാറ് നമ്മളുടെ തിന്മകളുടെ ആധിക്യം സമൂഹത്തിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ വീട്ടിൽ നിന്നും ഇറങ്ങി വൈകുന്നേരം വീട്ടിലെത്തുമ്പോൾ, അതല്ലെങ്കിൽ ഗൾഫിലേക്കോ വിദേശങ്ങളിലേക്കോ ആഴ്ചകളോ മാസങ്ങളോ വർഷങ്ങളോ വിട്ടു നിൽക്കുമ്പോൾ നമ്മുടെ വീട്ടിലുള്ളവരെ നാം വിശ്വസിക്കുന്നു, നമ്മുടെ ഭാര്യയെ നമ്മൾ വിശ്വസിക്കുന്നു, നമ്മുടെ മക്കളെ നമ്മൾ വിശ്വസിക്കുന്നു. ആ ഒരു വിശ്വാസ്യതയുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ എല്ലാ ബന്ധങ്ങളും പരസ്പരമുള്ള എല്ലാ ധാരണകളും മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇന്ന് നാം പരിശോധിക്കുമ്പോൾ തെറ്റുകൾ കടന്നു വന്ന് നമുക്ക് തന്നെ പറയാൻ പറ്റാത്ത മേഖലകളിലേക്ക് തെറ്റിന്റെ ആധിക്യം കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സമൂഹത്തിൽ നമ്മളൊക്കെ വളരെ ഉന്നതമായ സ്ഥാനങ്ങൾ വഹിക്കുന്നവരും ആദരിക്കപ്പെടുന്നവരുമാണ്. ഒരു പിതാവിനെ കുറിച്ച് മക്കൾക്ക് എന്തുമാത്രം വിശ്വാസവും അതേപോലെ തന്നെ എന്തുമാത്രം ബഹുമാനവും ഉണ്ടായിരിക്കും. ഒരു ഉമ്മയെക്കുറിച്ച് മക്കൾക്ക് എന്തുമാത്രം ആദരവും ബഹുമാനവും ഉണ്ടായിരിക്കും. ഒരു സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു പണ്ഡിതനെ അല്ലെങ്കിൽ ഒരു നേതൃത്വത്തെ കുറിച്ച് എന്തുമാത്രം വിശ്വാസവും ആദരവും ഉണ്ടായിരിക്കും. എന്നാൽ ഇന്നത്തെ ചുറ്റുപാടിൽ നമ്മളെ ആരെക്കുറിച്ചും ഒരു തിന്മ നാട്ടിൽ വന്നാൽ, ഇന്നാള് ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു അന്വേഷണം പോലും കൂടാതെ നമ്മളത് വിശ്വസിക്കും. എന്താണ് അത് സംഭവിക്കുമെന്ന് നമ്മുടെ മനസ്സ് പറയുന്നു. ആരിലും എന്തും സംഭവിക്കും. ഒരു വ്യഭിചാരത്തെക്കുറിച്ചോ ഒരു മദ്യപാനത്തെക്കുറിച്ചോ ജനങ്ങളെ മുഴുവൻ പറ്റിക്കുന്ന ഒരു സാമ്പത്തികമായ കൃത്രിമത്തെക്കുറിച്ചോ എന്റെ പേരിലോ നിങ്ങളുടെ പേരിലോ ആര് പറഞ്ഞാലും തൽക്ഷണം നമ്മളത് വിശ്വസിക്കും. എന്തേ? മുമ്പ് അങ്ങനെ വിശ്വസിച്ചിരുന്നില്ല. അങ്ങനെ സംഭവിക്കാമെന്നാണ്. ആരെക്കുറിച്ചും അങ്ങനെ സംഭവിക്കാം. അങ്ങനെ സംഭവിക്കാം എന്ന് നമ്മളെ വിശ്വസിപ്പിച്ചത് ആരാണ് സഹോദരങ്ങളെ? ഒരു അന്വേഷണം. അയാൾ അങ്ങനെ ചെയ്യില്ലല്ലോ, എന്റെ ഭാര്യയിൽ അങ്ങനെ സംഭവിക്കില്ലല്ലോ, എന്റെ ഭർത്താവ് അത്തരക്കാരനല്ലല്ലോ, എന്റെ വാപ്പ അങ്ങനെ ചെയ്യില്ലല്ലോ എന്ന് മക്കൾ പറഞ്ഞു നിൽക്കാൻ തയ്യാറാവാത്ത ഒരവസ്ഥയിലേക്ക് ഈ സമൂഹം എത്തി നിൽക്കുന്നു എന്നത് ഭീതിജനകമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഏതു നിമിഷവും ആരിലും എന്തും സംഭവിക്കാമെന്ന ഒരവസ്ഥയുണ്ട് സഹോദരങ്ങളെ. ഒരു പക്ഷേ നല്ലൊരു കുടുംബ പശ്ചാത്തലത്തിൽ ജീവിച്ചു പോകുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വേള, ഒരു നിമിഷം, ഒരു നൈമിഷികമായ ഒരു മനോവികാരത്തിൽ
ഒരുപക്ഷെ നമ്മുടെ ഭാര്യയുടെ മനസ്സ് മാറിപ്പോയാൽ നമ്മുടെ കുട്ടികൾ അനാഥരാകും. നമ്മുടെ കുടുംബം ദശാബ്ദങ്ങളായി സമ്പാദിച്ച അഭിമാനങ്ങൾ ഈ തെരുവിൽ പിച്ചു ചിന്തപ്പെടും. ഇത് ചെറിയ കാര്യമായി നമ്മൾ കണ്ടുകൂടാ. സഹോദരങ്ങളെ, തെറ്റുകൾക്ക് ഇത്രമാത്രം സ്വീകാര്യത, ആർക്കും തെറ്റു ചെയ്യാവുന്ന ഒരു സാമൂഹിക ചുറ്റുപാട് യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ആശങ്ക ദൂരീകരിക്കപ്പെടേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയധികം തെറ്റിന്റെ വഴികൾ സമൂഹത്തിൽ തുറന്നു വെക്കപ്പെട്ടത്? എന്താണ് ഇത്രമാത്രം തെറ്റുകളിലേക്ക് ആളുകൾ പോകുവാനുള്ള സാധ്യത എന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട്. ഒരു കാര്യം നമുക്ക് ഉറപ്പാണ് സഹോദരങ്ങളെ, ജീവിതത്തിൽ ഏറ്റവും മാരകമായ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും പ്രതികൂലാവസ്ഥ സൃഷ്ടിക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ എല്ലാം തകർത്തു കളയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത് തെറ്റുകൾ തന്നെയാണ്. സാമ്പത്തികമായ രംഗത്ത് നമുക്കൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടാൽ സഹോദരങ്ങളെ, അത് നമ്മുടെ അഭിമാനത്തെ ബാധിക്കുന്നില്ല ഒരിക്കലും. നമ്മൾ ഒരു രോഗിയായി അല്ലെങ്കിൽ നിരന്തരമായ ചികിത്സയിലൂടെ നാം വീട് വിറ്റു, നമ്മളൊരു വാടക കെട്ടിടത്തിൽ താമസിക്കേണ്ടി വന്നു, നമ്മുടെ അഭിമാനമായി കൊണ്ടിരുന്ന വാഹനങ്ങൾ നമ്മൾ കൈയൊഴിക്കേണ്ടി വന്നു, പ്രശ്നമില്ല. നമ്മൾ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിൽ വന്നു എന്നത് നമ്മുടെ അഭിമാനത്തെ ബാധിക്കുന്നില്ല. നമ്മളോടൊരു പക്ഷേ ആളുകൾക്ക് ഒരു സഹതാപം തോന്നിയേക്കാം, നമുക്ക് ആളുകളെ അഭിമുഖീകരിക്കുമ്പോൾ ഒരു മാനസിക വിഷമം തോന്നിയേക്കാം. സാമ്പത്തികമായ പ്രതിസന്ധി നമ്മുടെ അഭിമാനത്തെ ബാധിക്കുന്നില്ലല്ലോ സഹോദരങ്ങളെ. ഒരു മരണം, ആകസ്മികമായ ഒരു മരണം, അത് ജീവിതത്തിന്റെ ഒരു ദുരന്തമാണ്. നമ്മുടെ അഭിമാനത്തെ അത് ബാധിക്കുന്നില്ല. ഒരു സ്നേഹമോ ഒരു സഹതാപമോ ആളുകൾക്ക് വർദ്ധിക്കുന്നു എന്ന് മാത്രം. എന്നാൽ ഏതെങ്കിലും ഒരു നിമിഷം നമ്മളുമായി ബന്ധപ്പെട്ട് വിശ്വസിക്കാവുന്ന രൂപത്തിൽ ഒരു തെറ്റ്, ഒരു പാപം നമ്മളിൽ സംഭവിച്ചു എന്ന് വന്നാൽ തീർന്നു സഹോദരങ്ങളെ. പിന്നെ കവിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പിടി മണ്ണ് കബറും പുറത്ത് വാരിയിട്ട് എല്ലാവരും പിരിഞ്ഞു പോരുന്ന പോലെ എല്ലാം അവസാനിച്ചിരിക്കുന്നു എന്ന് നമുക്ക് പറയാം. മരണത്തിന് പോലും അങ്ങനെ ഒരു അവസ്ഥയില്ല. മരിച്ചെന്ന് വിചാരിക്കൂ നമ്മളിൽ ഒരാൾ. നമുക്ക് നഷ്ടപ്പെടുന്നത് പലതും നഷ്ടപ്പെട്ടേക്കാം, പക്ഷേ നമ്മുടെ അഭിമാനം ഒരുപക്ഷെ സഹോദരങ്ങളെ കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടെ ആളുകളുടെ മനസ്സിൽ ഇവിടെ കാത്തു സൂക്ഷിക്കപ്പെട്ടേക്കാം. പക്ഷേ ഒരു തെറ്റ് എന്നെയോ നിങ്ങളെയോ ബാധിച്ചാൽ, അത് സമൂഹം അറിഞ്ഞാൽ, അത് സംഭവിച്ചാൽ അഭിമാനത്തോടെ എന്നും കയറിച്ചെല്ലുന്ന വീട്ടിലേക്ക് കയറി ചെല്ലാൻ പറ്റുമോ? നമ്മുടെ മക്കളുടെ മുഖത്ത് നോക്കാൻ പറ്റുമോ? നമ്മുടെ കുടുംബങ്ങളെയോ ആത്മസുഹൃത്തുക്കളെയോ നമുക്ക് അഭിമുഖീകരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ജീവിതത്തിൽ ഏറ്റവും അധികം സൂക്ഷിക്കേണ്ടത് പാപങ്ങളെ തന്നെയാണ്. നമ്മുടെ മാനസിക നിലകളെ അത് തകർക്കും, മനസ്സു തകരും. തെറ്റുകൾ സംഭവിച്ച കുറ്റബോധം കൊണ്ട് സഹോദരങ്ങളെ മാനസികമായ നിലകൾ തെറ്റിയ, മനോനിലകൾ തെറ്റിയവരുണ്ട് നാട്ടിൽ. പലപ്പോഴും ഇന്ന് സമൂഹത്തിൽ മനസ്സ് തെറ്റിക്കിടക്കുന്ന പലരുടെയും അടിസ്ഥാനപരമായ ഒരു കാരണം അവർ വിചാരിക്കാത്ത തെറ്റുകൾ സംഭവിച്ചു പോയി. നാട്ടുകാരറിയുന്നില്ലെങ്കിലും മനസ്സിൽ ഞാൻ അങ്ങനെ ചെയ്തുവല്ലോ എന്ന മനോവേദന അവരെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഒരു സുഹൃത്ത് എന്റെ വീട്ടിലേക്ക് വരികയുണ്ടായി. അദ്ദേഹം 9:30 മണിക്കാണ് വിളിക്കുന്നത്, ഞാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. ഒരു ചെറുപ്പക്കാരനാണ്, ഒരു 10-23 വയസ്സുള്ള ഒരു യുവാവ്. അദ്ദേഹം വിളിക്കുന്ന സമയത്ത് 9:30 മണി സമയമാണ്. ഒരു പക്ഷേ ആ സമയത്ത് ഒരാളെ സ്വീകരിക്കാനോ ഒരല്പസമയം സംസാരിക്കാനോ പറ്റുന്ന ഒരു ദിവസമായിരുന്നില്ല. എങ്കിൽ പോലും വഴി പകുതി പിന്നിട്ടതിന് ശേഷം വിളിച്ചപ്പോൾ കാത്തിരുന്നു. വന്ന് വീട്ടിൽ കയറി ഇരുന്ന് അങ്ങനെ തന്നെ ഒന്നും പറയാൻ കഴിയാത്ത ഒരവസ്ഥയിൽ അല്പസമയം ഇരുന്നു. അങ്ങനെ ഇരുന്ന് കുറച്ച് സമയം കഴിഞ്ഞേക്ക് സംസാരിക്കാൻ അയാൾക്ക് കഴിയില്ലെന്ന് വന്നപ്പോൾ ഞാൻ സംസാരം തുടങ്ങി, വിഷയങ്ങളും വിവരങ്ങളും ചോദിച്ച് സംസാരം ആരംഭിച്ച് കുറച്ചങ്ങോട്ട് ചെന്നപ്പോൾ എന്താണ് ഞാൻ നിങ്ങളോട് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എന്റെ മനോനില തെറ്റി ഞാനൊരു വലിയ മാനസിക രോഗിയാകുന്ന ഒരവസ്ഥ എനിക്കുണ്ട്. എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. എന്തായിരുന്നു സഹോദരങ്ങളെ പ്രശ്നം? ചോദിച്ചറിഞ്ഞ് ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നപ്പോൾ അവൻ പറയുന്നു, ഈ സമൂഹം മുഴുവൻ എന്നെ നല്ലവനായി വിചാരിക്കുന്നു. എന്റെ നാട്ടിൽ എന്തു നല്ല കാര്യങ്ങളുണ്ടെങ്കിലും എന്നോടാണ് അവർ അന്വേഷിക്കുന്നത്. അങ്ങനത്തെ അംഗീകരിക്കപ്പെട്ട ഒരാളാണ് ഞാൻ. എല്ലാ കാര്യങ്ങളിലും ഞാനുണ്ട്, പള്ളിയിൽ ഞാനുണ്ട്, പ്രവർത്തനങ്ങളിൽ ഞാനുണ്ട്, എല്ലാറ്റിലും ഞാനുണ്ട്. എന്നെ ഒരു മോശക്കാരനാണെന്ന് ഒരാൾ പോലും എന്റെ നാട്ടിൽ വിചാരിക്കുന്നില്ല. പക്ഷേ എനിക്കറിയാം ഞാൻ വൃത്തികെട്ടവനാണെന്ന്. ഒന്നില്ലെങ്കിൽ ഞാനൊരു വൃത്തികെട്ടവനാണെന്ന് ഈ നാട്ടിൽ എനിക്ക് അലറി വിളിച്ചു പറയണം. നാട്ടുകാരറിയട്ടെ ഞാനൊരു വൃത്തികെട്ടവനാണെന്ന്. അതുമല്ലെങ്കിൽ എനിക്ക് നല്ലവനായി എന്താണോ എന്നെ കുറിച്ച് ആളുകൾ വിചാരിക്കുന്നത് അതുപോലെ ജീവിക്കണം. എനിക്കതിന് പറ്റുന്നില്ല, അതിനെന്നെ സഹായിക്കണം. ഒരാളുടെ മനോനില തകരാൻ സഹോദരങ്ങളെ അതുമാത്രം മതി. അപ്പോൾ വളരെ സ്വകാര്യമായ ജീവിതത്തിൽ എടുത്തു പറയത്തക്ക വിധത്തിലല്ലാത്ത
ചില തെറ്റുകൾ നമ്മളിൽ സംഭവിച്ചു പോകുന്നുണ്ടാവാം. ആ തെറ്റുകളിൽ നിന്ന് മോചനം നേടാതിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ അത് ബാധിക്കുന്നു എന്ന് എനിക്കും നിങ്ങൾക്കും അറിയാം. തെറ്റിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ചാണ് സഹോദരങ്ങളെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, നമ്മുടെ മനസ്സിന്റെ നില തകർക്കും. നാം നേടിയ യുഗാന്തരങ്ങളെ കൊണ്ട് നേടിയ അഭിമാനബോധം, നമ്മളുടെ അഭിമാനം മാത്രമല്ല സഹോദരങ്ങളെ, എന്റെ പിതാവിന് അഭിമാനമുണ്ട് ഈ സമൂഹത്തിൽ, എന്റെ പിതാവിന്റെ പിതാവിന് അഭിമാനമുണ്ട് ഈ നാട്ടിൽ. മുഴുവൻ തകരാൻ ആ തലമുറയിൽപ്പെട്ട എന്റെ മാത്രം ഒരു തകരാറുകൾ മാത്രം മതി. എന്റെ ഒരു ജീവിതത്തിന്റെ നന്മകളെയും അഭിമാനത്തെയും മാത്രമല്ല ഒരു തെറ്റിന് തകർക്കാൻ കഴിയുക. ഒരു കുടുംബത്തിന്റെ, ഒരു തലമുറയുടെ, ഒരു പരമ്പരയുടെ അഭിമാനങ്ങളെ തകർക്കാൻ ഒരു തെറ്റിന് കഴിയുമെന്നത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതുമാത്രമാണോ സഹോദരങ്ങളെ, തെറ്റുകൾ മനുഷ്യന്റെ ജീവിതത്തെ പ്രതിസന്ധികളിൽ നിന്ന് പ്രതിസന്ധികളിലേക്ക് നീക്കുമെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് താക്കീത് നൽകുന്നു. എത്ര തെറ്റുകൾ മനുഷ്യൻ ചെയ്യുന്നുവോ അതനുസരിച്ച് അവന്റെ ഓരോ പ്രശ്നങ്ങളും പ്രതിസന്ധികളാകും. കുടുംബം പ്രതിസന്ധിയാകും, വ്യക്തിജീവിതം പ്രതിസന്ധിയിലാകും, അവന്റെ ബിസിനസ്സുകൾ പ്രതിസന്ധിയിലാകും, അവന്റെ ആരോഗ്യം പ്രതിസന്ധിയിലാകും. എവിടെയാണ് വിശുദ്ധ ഖുർആൻ ഇത് പറയുന്നത്? നമുക്ക് കേട്ടു പരിചയമുള്ളതാണെങ്കിലും സഹോദരങ്ങളെ, ഈ സന്ദർഭത്തിൽ അത് പറയൽ, ഈ സാഹചര്യത്തിൽ അത് നിർബന്ധമാണെന്ന് എനിക്ക് തോന്നുന്നു. ജീവിതത്തിൽ ഏറ്റവും നല്ല സാഹചര്യത്തിൽ ജീവിച്ച ആളാണ് ആര്? ആദം നബി അലൈഹിസ്സലാം. ലോകത്തൊരു മനുഷ്യനും അങ്ങനത്തെ ഒരു സുഖലോലുപതയിൽ ജീവിച്ചിട്ടില്ല. ഇന്നത്തെ ഒരു ധനാഠ്യനും അങ്ങനെ ജീവിച്ചിട്ടില്ല. ലോകത്തെ ഒരു രാജാവും അങ്ങനെ ജീവിച്ചിട്ടില്ല. കാരണം ഒരിക്കലും അല്ലലും അരട്ടുമില്ലാത്ത, ദാഹമില്ലാത്ത, വിശപ്പില്ലാത്ത സ്വർഗത്തിലാണ് നമ്മുടെ പിതാവ് ആദം നബി അലൈഹിസ്സലാം ജീവിച്ചത്. സ്വർഗത്തിന്റെ സുഖാനുഭൂതികളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരികയാണ് ആദം നബി അലൈഹിസ്സലാം. ഒരു തെറ്റിന്റെ കാരണത്താൽ, ഒരു വിരോധം ലംഘിച്ച കാരണത്താൽ. ആ കാരണങ്ങളെ കുറിച്ച് പറയുമ്പോൾ സൂറത്തു താഹയിൽ അല്ലാഹു പറയുന്നു, വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലങ്കാ. ആരാണോ എന്റെ ഉത്ബോധനങ്ങളെ നിരാകരിച്ചത് അവന് കുടുസായ ഒരു ജീവിതം ഞാൻ നൽകുന്നു. എവിടെയാ പറഞ്ഞിരുന്ന സഹോദരങ്ങളെ? സുഖവിശാലതകളുടെ സന്തോഷങ്ങളിൽ ജീവിച്ച ആദം നബിയെ ഭൂമിയിലെ പരിമിതികളിലേക്കും പ്രയാസങ്ങളിലേക്കും പരീക്ഷണങ്ങളിലേക്കും അതേപോലെ തന്നെ പ്രതിസന്ധികളിലേക്കും കൊണ്ടുവരികയാണ്. ആ വസ്ത്രം പഴണ്ട് കഴിച്ചതോടുകൂടെ നഗ്നത വെളിവായി. നഗ്നത വെളിവായി. ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ മാറി, സ്വർഗത്തിന്റെ ചുറ്റുപാടുകൾ മാറി, സ്വർഗത്തിന്റെ അനുഭവങ്ങൾക്ക് തകരാറുകൾ സംഭവിച്ചു. അപ്പോഴാണ് അദ്ദേഹം തിരിച്ചു ചിന്തിച്ചത്, അള്ളാഹുവോട് ഖേദിച്ചു മടങ്ങി, അള്ളാഹു പശ്ചാത്താപം സ്വീകരിച്ചു. സഹോദരങ്ങളെ, പ്രതിസന്ധികൾ ഉണ്ടാക്കും ജീവിതത്തിൽ. തെറ്റുകൾ നമുക്ക് പ്രതിസന്ധികളെ സംഭാവന ചെയ്യും. മാത്രമോ ഇതൊക്കെ നമുക്ക് സഹിക്കാം സഹോദരങ്ങളെ. അഭിമാനങ്ങൾ നഷ്ടപ്പെട്ടത് സഹിക്കാം. ഒരു പക്ഷേ ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളെ ക്ഷമിച്ചു തരണം ചെയ്ത് മുന്നോട്ട് പോകാം. പക്ഷേ നമുക്ക് വരാനിരിക്കുന്നതോ മരണത്തിലോടുകൂടെ പുതിയ ലോകത്തിലേക്ക്, പരലോകത്തിലേക്ക് കൈമാറിയാൽ സഹോദരങ്ങളെ, ഭാരത്തിന് മേൽ ഭാരം, നമ്മുടെ തലയിലും ചുമലിലും ചുമക്കാനാവാത്ത പാപഭാരങ്ങളാണ് മനുഷ്യനെ കാത്തു നിൽക്കുന്നത്. ലിയഹ്മിലൂ ഔസാറഹും കാമില അമിൻ ഔസാരില്ലദീന യുദില്ലൂനഹും ബിഗൈരി ഇൽമ് അലാ സാഅ മാ യസിറൂൻ. ലിയഹ്മിലൂ ഔസാറഹും കാമില. നമ്മുടെ മുഴുവൻ പാപവും നമ്മൾ തന്നെ വഹിക്കണം. മാത്രമോ സഹോദരങ്ങളെ, നമ്മുടെ നയവൈകല്യങ്ങളെ കൊണ്ട് നമ്മുടെ മക്കൾ തിന്മയിലേക്ക് പോയാൽ അത് നാം വഹിക്കണം. നമ്മുടെ തെറ്റായ ജീവിത രീതി കൊണ്ട് ഈ സമൂഹത്തിലൊരു തെറ്റ് സംഭവിച്ചാൽ അതിന്റെ പാപവും നാം വഹിക്കണം. പാപത്തിന്റെ കൂമ്പാരങ്ങളുമായി വഹിക്കാൻ ആളെ കിട്ടാതെ, താങ്ങി കൊണ്ടുപോകാൻ കഴിയാതെ അവശരായി നീങ്ങുന്നവരെ കുറിച്ച് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് നരകം ഈ പാപങ്ങളെ മുഴുവനും ആകത്തുകയായി കാത്തിരിക്കുന്നു. സഹോദരങ്ങളെ, ഇതുകൊണ്ടൊക്കെ തന്നെ പാപരഹിതമായി ഈ സമൂഹത്തിൽ നമുക്ക് ജീവിക്കണം, പാപങ്ങളില്ലാതെ ജീവിക്കണം. പക്ഷേ പാപത്തിന്റെ വഴികൾ മനോഹരമായ കവാടങ്ങളായി തുറന്നു വെക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു പക്ഷേ പാപത്തിന്റെ വാതിൽ വരെയും ഞാൻ ചെയ്യില്ലെന്ന് തീരുമാനിച്ചവൻ പാപത്തിന്റെ അലങ്കാരമായ കവാടങ്ങൾ കണ്ട് ആ കവാടങ്ങളിൽ നിന്ന് പിശാചുക്കൾ മാടി വിളിക്കുമ്പോൾ ഒരു നിമിഷം ആരും അറിയില്ലായിരിക്കാം. ഒരുപക്ഷെ എന്റെ സാഹചര്യമായിരിക്കാം, എന്റെ ചുറ്റുപാടായിരിക്കാം. ഇതുവരെ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, തെറ്റുകൾ പുറത്തു തന്നേക്കാം. ഒരു കൂട്ടം ന്യായീകരണങ്ങളുമായി പിശാചു നമ്മെ കാലുവാരി തള്ളിയിട്ടാൽ നരകത്തിലേക്കുള്ള വീഴ്ചയായിരിക്കും അത്. അത്രയും അധികം സാഹചര്യങ്ങൾ ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണ് സഹോദരങ്ങളെ. നാളെ പരലോകത്ത് അടിമകളെ വിചാരണക്കെടുക്കുന്ന ഒരു രംഗം ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. ആ സന്ദർഭത്തിൽ യഖൂലുല്ലാഹു തആല യാ ആദം, ആദം നബി അലൈഹിസ്സലാമിനെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നു, ഫയഖൂൽ, ആദം നബിയെ വിളിക്കുമ്പോൾ ആദം നബി മറുപടി പറയും, ലബ്ബൈക വസഅദൈക വൽ ഖൈറ ഫീ യദൈക, ലബ്ബൈക വസഅദൈക വൽ ഖൈറ ഫീ യദൈക.
അള്ളാഹുവേ നിനക്ക് ഉത്തരം തന്നിരിക്കുന്നു, എല്ലാ സൗഭാഗ്യങ്ങളും അനുഗ്രഹങ്ങളും നിന്റെ അടുക്കലാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നാളെ പരലോകത്ത് വെച്ച് ആദം നബി അലൈഹിസ്സലാം അള്ളാഹുവിന് മറുപടി നൽകും. ഫയഖൂൽ, അപ്പോൾ അള്ളാഹു പറയും, ഉഖ്റിജ് ബഅ്സന്നാർ, ഉഖ്റിജ് ബഅ്സന്നാർ, നരകത്തിന്റെ ആളുകളെ പുറത്തേക്കെടുക്കൂ, പുറത്തു കൊണ്ടുപോകൂ എന്ന് പറയും. കാല, അപ്പോൾ ചോദിക്കും, മാ ബഅ്സുന്നാർ, ആരാണ് ഈ നരകത്തിന്റെ ആളുകൾ എന്നാണ്. അപ്പോൾ അള്ളാഹുവിന്റെ മറുപടി കേൾക്കാൻ പറ്റും, മിൻ കുല്ലി അൽഫിൻ തിസ്ഉ, എല്ലാ 1999 ആളുകൾ നരകത്തിലേക്കാണെന്നാണ്. സഹോദരങ്ങളെ ശ്രദ്ധിച്ചു കേൾക്കണം. നാളെ പരലോകത്തുള്ള ഒരു രംഗമാണ് ഈ പറയുന്നത്. 999 ആളുകൾ നാളെ നരകത്തിലേക്കാണ്. ഏതു സന്ദർഭത്തിലാണ്? ചെറിയ കുട്ടികൾ പോലും പേടിച്ച് തലകൾ നിരച്ചു പോകുന്ന ഭയാനകമായ ദിവസം. ജനങ്ങളൊക്കെ പേടിച്ച് ലഹരി ബാധിച്ചവരെ പോലെ ഓടിപ്പോകുന്ന, ഗർഭിണികൾ പ്രസവിച്ചു പോകുന്ന ദിവസത്തിൽ വിചാരണക്കെടുക്കുമ്പോൾ നരകത്തിന്റെ ആളുകളെ പുറത്തെടുക്കാൻ വേണ്ടി പറയും. സഹോദരങ്ങളെ, മൊത്തം സമൂഹത്തിൽ 1000-ൽ നിന്ന് ഒരാളൊഴികെ 999 ആളുകളും മാറി നിൽക്കുമെന്നത് പറഞ്ഞത് സത്യം മാത്രം പറയുന്ന അള്ളാഹുവിന്റെ റസൂലാണ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ്, ധാരാളക്കണക്കിന് ആളുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണിത്. നാം മനസ്സിലാക്കേണ്ടത്, ഞാൻ സൂക്ഷിക്കുന്നുവല്ലോ എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നുണ്ടാകാം. പക്ഷേ സൂക്ഷ്മതയുടെ പാരമ്യത്തിലെത്തണം. അതിന്റെ അർത്ഥം എന്താണ് സഹോദരങ്ങളെ? 1000 ആളുകളെ താരതമ്യം ചെയ്യുമ്പോൾ ആ 1000 ആളുകളെ പോലെയും അല്ല ഞാനെന്ന് എനിക്ക് വിചാരിക്കാൻ പറ്റുമ്പോഴാണ് ഞാൻ സ്വർഗത്തിന്റെ അവകാശിയാവുന്നത്. 1000 ആളുകളിൽ ഒരാളാവാൻ എനിക്ക് പറ്റുമ്പോഴാണ് ഞാൻ സ്വർഗത്തിന്റെ അവകാശിയാവുന്നത്. ഈ ഹദീസ് മറ്റൊരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നു സഹോദരങ്ങളെ. തെറ്റുകൾ നിറഞ്ഞ സമൂഹത്തിൽ വേറിട്ട് ജീവിക്കണമെങ്കിൽ നല്ല പ്രയാസാണെന്നാണ്. ഭൂരിപക്ഷം ആളുകൾ ചെയ്യുന്നതിന്റെ കൂടെ ചേരാനുള്ള മനസ്സ് എല്ലാവർക്കും ഉണ്ടാകുമല്ലോ സഹോദരങ്ങളെ. ഈ ചുറ്റുപാടുകളും സാഹചര്യങ്ങളും വളരെ പ്രധാനമാണ്. തെറ്റിന്റെ ആധിക്യം മൂലം തെറ്റുകളിലേക്ക് പോകാനുള്ള സാധ്യത വളരെ വലുതാണ്. മാത്രമല്ല, തെറ്റിന്റെ അടുക്കലേക്ക് നമ്മൾ അങ്ങോട്ട് പോകേണ്ടതില്ല, ഇങ്ങോട്ട് വരികയാണ് സഹോദരങ്ങളെ. എല്ലാ തെറ്റുകളും ഇങ്ങോട്ടേക്ക് വരികയാണ്. മുമ്പൊക്കെ എങ്ങനെ ചിലർ തെറ്റ് ചെയ്യേണ്ടോ അതിനെ തെരഞ്ഞു പോകണം. സിനിമ കാണാൻ വാപ്പനെയും ഉമ്മനെയും കണ്ണു വെട്ടിച്ച് സിനിമാ തിയേറ്ററും തെരഞ്ഞ് എവിടുന്നെങ്കിലും പൈസ ഒപ്പിച്ച് പോകേണ്ടിയിരുന്നു, ഒരു നുണ പറഞ്ഞ് പോകേണ്ടിയിരുന്നു. എന്തത് വേണ്ട, വാപ്പയുടെയും ഉമ്മയുടെയും അനുവാദത്തോടുകൂടെ ടിവിയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ ഉപയോഗിച്ച് വീട്ടിലിരുന്ന് എന്തും കാണാം. ലൈസൻസ് ഇല്ലാത്ത സിനിമകൾ കളിക്കുന്ന തിയേറ്ററുകൾ, അങ്ങനത്തെ തിയേറ്റർ തെരഞ്ഞു പോകേണ്ടിയിരുന്നു. ഇന്നത് പോണ സഹോദരങ്ങളെ, നമ്മുടെ വീട്ടിൽ തന്നെ എല്ലാം കിട്ടും. അപ്പോൾ എല്ലാ തിന്മകളും വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും എത്രമാത്രമെന്നറിയുമോ? കുറച്ചൊക്കെ പ്രായം കഴിഞ്ഞ് വീട്ടിൽ വിശ്രമ ജീവിതം നയിക്കുന്ന എത്രയോ ആളുകൾ ജീവിതത്തിൽ ദശാബ്ദങ്ങളോളം കാത്തു സൂക്ഷിച്ച സദാചാര ബോധങ്ങളെ ഈ TV പെട്ടിക്ക് മുമ്പിൽ സഹോദരങ്ങളെ അടിയറവ് പറഞ്ഞിട്ടുണ്ട്. മനസ്സിന്റെ മനോനിലകൾ മാറ്റിക്കൊണ്ട് അവർക്കതിനോട് പൊരുത്തപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാ തെറ്റുകളും അങ്ങനെയാണ് സഹോദരങ്ങളെ. ഒരു സാമ്പത്തികമായ കൃത്രിമത്വത്തിലേക്ക് നമ്മൾ ആരും ഇറങ്ങി പോകേണ്ടതില്ല. നമ്മുടെ വീട്ടിൽ ആളുകൾ വരും, വീട്ടിൽ വന്ന് നമ്മളെ ചേർപ്പിക്കും. എല്ലാ തെറ്റായ സാമ്പത്തിക പണമിടപാടുകളുടെയും ആളുകൾ ക്യാൻവാസ് ചെയ്യാൻ പരസ്യങ്ങളുമായി, നല്ല വാക്കുകളുമായി, ആണിന്റെയും പെണ്ണിന്റെയും ശബ്ദത്തിൽ നിങ്ങളുടെ ലാൻഡ് ഫോണിലും നിങ്ങളുടെ വീട്ടുമുറ്റത്തും വന്നുകൊണ്ടിരിക്കും. തെറ്റുകളെ തേടിപ്പോകേണ്ട ഒരാവശ്യമേ ഇല്ല. തെറ്റുകളെല്ലാം നമ്മെ തേടി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ. ഇതിനിടയിലാണ് സഹോദരങ്ങളെ തെറ്റുകളില്ലാതെ ജീവിക്കാൻ നമ്മൾ പരിശീലിക്കേണ്ടത്. ഞാൻ പറഞ്ഞ സാഹചര്യങ്ങൾ അത്രയും മനുഷ്യനെ തെറ്റിലേക്ക് വീഴ്ത്തും. ഒരു പക്ഷേ ഖുർആൻ വ്യാഖ്യാതാക്കൾ തന്നെ വളരെയധികം പ്രയാസപ്പെട്ട് വ്യാഖ്യാനിക്കാൻ പാടുപെട്ട ഒരായത്താണ് സൂറത്ത് യൂസുഫിലെ 24-ാമത്തെ ആയത്ത്. നിങ്ങളും ഒരു പക്ഷേ അതിന്റെ പരിഭാഷ എടുത്ത് നോക്കിയാൽ മതി സഹോദരങ്ങളെ. ആ പരിഭാഷ എടുത്ത് വായിച്ചു നോക്കിയാൽ മതി. അതായത് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ഒരു തെറ്റിലേക്ക് വീഴ്ത്താൻ വേണ്ടി ശ്രമിക്കുന്ന ആ സ്ത്രീയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഖുർആൻ പറയുന്നുണ്ട്, വലഖദ് ഹമ്മത് ബിഹി വഹമ്മ ബിഹാ ലൗലാ അൻ റആ ബുർഹാന റബ്ബി കദാലിക ലിനസ്രിഫ അൻഹു സ്സൂഅ വൽ ഫഹ്ശാ ഇന്നഹു മിൻ ഇബാദിനൽ മുഖ്ലസീൻ. വലഖദ് ഹമ്മത് ബിഹി വഹമ്മ ബിഹാ. ഏത്? അവൾ അവനെ ഉദ്ദേശിച്ചു, അവൻ അവളെയും ഉദ്ദേശിച്ചു. അവൾ അവനെ ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞാൽ ആ സ്ത്രീ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ വശീകരിക്കുവാനും ഒരു തിന്മയിലേക്ക് കൊണ്ടുപോകാനും ഉദ്ദേശിച്ചു. പക്ഷേ മുഫസ്സിരീങ്ങൾ വ്യാഖ്യാനിക്കുമ്പോൾ
യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പോലെയുള്ള ഒരു മഹാനായ പ്രവാചകനെ കുറിച്ച് അങ്ങനെ പറയാൻ പറ്റുമോ? ആ സ്ത്രീയെ ആ പ്രവാചകനും ഉദ്ദേശിച്ചു എന്ന് പറയാൻ പറ്റുമോ എന്നാണ്. സഹോദരങ്ങളെ, രണ്ട് വ്യാഖ്യാനങ്ങൾ മുഫസ്സിരീങ്ങൾ കൊടുത്തു. ഒരു പക്ഷേ അവിടുത്തെ ഇബ്നു കസീറിനെ പോലുള്ള ആളുകൾ വ്യാഖ്യാനിച്ചപ്പോൾ അറബിയുടെ അടിസ്ഥാന നിയമങ്ങൾ പോലും തെറ്റിച്ച് അവർ വ്യാഖ്യാനിച്ചു. എന്തിനറിയൂ? ഒരിക്കലും ആ പ്രവാചകനെ കുറിച്ച് അങ്ങനെ പറയാൻ വിഷമിച്ചിട്ട്. പക്ഷേ പ്രമുഖമായ തഫ്സീറുകളും വ്യാഖ്യാനങ്ങളും പരിശോധിക്കുമ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മഹത്വത്തിന് ഒരു കുറവും അതുകൊണ്ട് വരില്ല. എന്തുകൊണ്ട് സഹോദരങ്ങളെ? ഒരു ദുഷിച്ച സാഹചര്യം മുന്നിൽ വന്നാൽ പ്രലോഭനങ്ങളും പ്രചോദനങ്ങളും മനസ്സിൽ വരുന്നവനാണ് മനുഷ്യൻ അങ്ങനെയാണ്. പക്ഷേ ഏറ്റവും നല്ല മനുഷ്യൻ ആരാണ് സഹോദരങ്ങളെ? പ്രചോദനങ്ങളൊന്നുമില്ലാത്തിടത്ത് തെറ്റുകളില്ലാതെ ജീവിക്കുന്നവനാണോ? ഒരു അന്യ സ്ത്രീയെ കാണാൻ പറ്റാത്ത, ഒരു തെറ്റിന്റെ സാഹചര്യമില്ലാത്ത, ഒരു കൂട്ടുകെട്ടിന് അവസരമില്ലാത്ത ഒരു പ്രദേശത്തോ ഒരു ചുറ്റുപാടിലോ ജീവിക്കുന്നവനേക്കാളും തെറ്റുകളും അതേപോലെ തന്നെ തെറ്റിലേക്കുള്ള സാഹചര്യങ്ങളും ഉള്ള സ്ഥലത്ത് പിടിച്ചു നിൽക്കുന്നവനാണ് ഉത്തമൻ. അതുകൊണ്ട് എത്രയോ ദിവസം പരിശ്രമിച്ചുകൊണ്ട് ആരും കണ്ടാൽ അത്ഭുതപ്പെട്ടു പോകുന്ന ഒരു സൗന്ദര്യത്തിന് മുന്നിൽ വിളിച്ചു ക്ഷണിക്കപ്പെടുമ്പോൾ അവിടെ നിന്നും രക്ഷപ്പെട്ടുവെന്നു എന്നത് ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും ഇമാമായി നിൽക്കാൻ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ യോഗ്യനാക്കുന്നു എന്നാണ്. അതുകൊണ്ട് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നൽ വന്നു എന്നതിനാണ് മുഫസ്സിരീങ്ങൾ മുൻഗണന നൽകിയത്. സഹോദരങ്ങളെ, അതാണ് ലോകത്തിന്റെ മാതൃകയായി വന്ന ഒരു മഹാമനുഷ്യന്റെ അവസ്ഥയെങ്കിൽ നാം ചിന്തിക്കണം. നമ്മളൊക്കെ നമ്മെക്കുറിച്ച് വല്ലാത്ത ആത്മവിശ്വാസത്തിൽ ഇതുവരെ ഒന്നും സംഭവിച്ചില്ലല്ലോ, ഇതുവരെ ഒന്നും പറ്റിപ്പോയില്ലല്ലോ, ഞാൻ അങ്ങനത്തവനല്ല, സംഭവിക്കാത്തവനാണ്. പറയരുതേ സഹോദരങ്ങളെ. നിനക്ക് പൈശാചികമായ വല്ല തോന്നലുകളും നിനക്കുണ്ടാകുന്നുവെങ്കിൽ അല്ലാഹുവോട് നീ കാവലിനെ തേടണം. കാവലിനെ തേടാതെ ആർക്കും മുന്നോട്ട് പോകാൻ പറ്റൂല. ഇത് എല്ലാ വിശ്വാസികൾക്കും എല്ലാ ആളുകൾക്കും വേണ്ടി നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യമാണ് സഹോദരങ്ങളെ. എന്നിട്ട് അല്ലാഹു പറയുന്നു, ലൗലാ അൻ റആ ബുർഹാന റബ്ബി കദാലിക ലനസ്രിഫ അൻഹു സ്സൂഅ വൽ ഫഹ്ശാ ഇന്നഹു മിൻ ഇബാദിനൽ മുഖ്ലസീൻ. അല്ലാഹു ഒരു ബുർഹാൻ കാണിച്ചു കൊടുത്തു എന്നാണ്. അള്ളാഹുവിന്റെ പ്രത്യേകമായ ഒരു തടസ്സം. ഖുർആനിന് ധാരാളം അർത്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേകമായ ഒരു തൗഫീക്ക് കൊണ്ട് ആ തെറ്റിൽ നിന്ന് ആ പ്രവാചകൻ രക്ഷപ്പെട്ടു. മാത്രമല്ല അള്ളാഹുവിന്റെ നിഷ്കളങ്കനായ ഒരു ദാസനാകുന്നത് കൊണ്ട് അള്ളാഹു പ്രത്യേകമായ ഒരു പരിഗണന യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് നൽകുകയും ചെയ്തു എന്നാണ്. സഹോദരങ്ങളെ, ഞാനിതിവിടെ പറഞ്ഞത് നമുക്ക് ആർക്കും തെറ്റു ചെയ്യാമെന്നതിനല്ല. തെറ്റായ കാര്യങ്ങൾ സംഭവിക്കാവുന്ന ഏതവസ്ഥയും എനിക്കും നിങ്ങൾക്കും ഏതു സന്ദർഭത്തിലും വന്നു പോകാം. അതുകൊണ്ട് ഈ സാഹചര്യങ്ങളെ സൂക്ഷിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു പക്ഷേ ഈ സന്ദർഭത്തിൽ നമുക്ക് ഓർമ്മിക്കാൻ പറ്റും, 99 ആളെ കൊന്നൊരാള് വന്നിട്ട് ഫത്വ ചോദിക്കുന്നുണ്ട്, എനിക്കിനി രക്ഷപ്പെടാൻ പറ്റുമോ, നന്നാകാൻ പറ്റുമോ? അപ്പൊ അദ്ദേഹത്തോട് ആ പണ്ഡിതൻ പറഞ്ഞത്, ഈ 99 ആളെ കൊന്നതിന് ഒരു പ്രായശ്ചിത്തല്ലാതെ എങ്ങനെ നീ നന്നാകാന്നാണ്. അങ്ങനെ 100ാമത്തെ ആളായിട്ട് അയാളെ കൊന്നു, 100 തികഞ്ഞു. പക്ഷെ അദ്ദേഹം പിന്നെ അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു വഴി തുറന്നു കിട്ടി. ഹദീസിൽ പറയുന്നു, എന്താണ് കാര്യം? നീ ഇവിടെ നിൽക്കാൻ പറ്റൂല എന്നാണ് ഒന്നാമത്തെ കണ്ടീഷൻ. ഇവിടെ നിൽക്കാൻ പറ്റൂല. 99 ആളെ കൊല്ലാൻ മാത്രമുള്ള ഒരു ചുറ്റുപാടും സാഹചര്യവും നീ ജീവിക്കുന്ന നാട്ടിലുണ്ടെങ്കിൽ നീ ഇവിടെ നിൽക്കാൻ പറ്റൂല എന്നാണ്. സഹോദരങ്ങളെ, എവിടെയും അങ്ങനെയാണ്. നമ്മുടെ കുടുംബം ജീവിക്കുന്നിടത്ത് നമ്മുടെ കുട്ടികൾക്ക് സുരക്ഷയില്ലേ? അവിടെ എത്ര വെള്ളം കിട്ടിയാലും വണ്ടി നേരെ മുറ്റത്തേക്ക് പോവുമെങ്കിലും നമ്മൾ അവിടെ അല്ലല്ലോ താമസിക്കേണ്ടത്. നമ്മൾ അവിടെ അല്ലല്ലോ സഹോദരങ്ങളെ താമസിക്കേണ്ടത്. നമ്മുടെ സാഹചര്യമാണ് പ്രധാനം. നമ്മുടെ ജോലി നമ്മുടെ തെറ്റിലേക്ക് കൊണ്ടുപോകുന്ന ഒരവസ്ഥ തൊഴിലിനുണ്ട് എന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ സൂക്ഷിച്ചേ പറ്റൂ. ഒരുപക്ഷെ കുറെ കാലം നമ്മൾ നിയന്ത്രിച്ച് വന്നിട്ടുണ്ടായിരിക്കാം. പക്ഷേ ആ നിയന്ത്രണങ്ങൾ ഒരു നിമിഷം പിശാച് തെറ്റിച്ചാൽ തീർന്നു കഥ. അതുകൊണ്ട് സാഹചര്യങ്ങൾ വളരെ പ്രധാനം. അത് വെറുതെ പറയല്ല. അല്ലാഹു റസൂൽ പറഞ്ഞു, ലാ യഖ്ലുവന്ന റജുലുൻ ബിംറഅ, ഒരു പെണ്ണ് ഒറ്റക്കുള്ളോടത്ത് ഒരു പുരുഷൻ നിൽക്കാൻ പാടില്ല എന്നാണ്. നല്ല സൂക്ഷ്മതയുള്ള ആളായിരിക്കും സഹോദരങ്ങളെ. ഒരു പക്ഷേ ഏറ്റവും ആദരിക്കപ്പെടുന്ന ബഹുമാനിക്കപ്പെടുന്ന ആളായിരിക്കും. ഒക്കെ അങ്ങനെ തന്നെയാണ്. ഇതുവരെ ഒന്നും സംഭവിക്കാത്തവനൊക്കെ ആയിരിക്കാം. പക്ഷേ വലാ യഖ്ലുവന്ന റജുലുൻ ബിംറഅ, ഒരു സ്ത്രീയോടൊപ്പം ഒരു പുരുഷൻ ഒറ്റക്കാകാൻ പറ്റൂല. സഹോദരങ്ങളെ നോക്കൂ, നിങ്ങൾ ചില കടകളിലും സ്ഥലങ്ങളിലൊക്കെ കയറി ചെന്നാൽ കസ്റ്റമേഴ്സ് ഇല്ലാത്ത സമയത്ത് ആ സ്ഥാപനത്തിന്റെ ഉടമസ്ഥന്മാരും ഒരു പക്ഷേ അവിടെ ജീവനക്കാരും സ്ത്രീകളും ഒറ്റക്കാവുന്ന എത്രയോ സന്ദർഭങ്ങളുണ്ട്. നാം ആലോചിക്കണം, നമ്മൾ നടത്തുന്ന സ്ഥാപനമായാലും നമ്മൾ പങ്കെടുക്കുന്ന സ്ഥലങ്ങളായിരുന്നാലും സാഹചര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കണം. നമ്മൾ തെറ്റ് ചെയ്യുന്നു എന്ന് മാത്രമല്ല, വേറെ ഒരാൾക്ക് തെറ്റു ചെയ്യാൻ
നമ്മുടെ അധീനതയിൽ സാഹചര്യം സൃഷ്ടിക്കുന്ന ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പറ്റൂല. സഹോദരങ്ങളെ, എല്ലാ അവസ്ഥകളെയും നമ്മൾ സൂക്ഷിക്കണം. ഒരുപക്ഷെ ഈ രംഗത്ത് സാഹചര്യങ്ങളെ സൂക്ഷിക്കണമെന്ന് പറയുമ്പോൾ ഏറ്റവും അധികം പറയാനുള്ളത് നമ്മുടെ മക്കളെ കുറിച്ചാണ്. സഹോദരങ്ങളെ, മക്കളെ കുറിച്ച് സൂക്ഷിക്കണം. ഞാൻ ഈ ഉമ്മമാരോട് പറയാണ്, ഈ സഹോദരിമാരോട് പറയാണ്, സഹോദരിമാരെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപകടകരമാണ് ഈ നാട് എന്ന് ഇനിയും നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ രാത്രിയാണെന്ന് പറയുന്നവരാണ്. സൂര്യൻ ഉദിച്ചു പൊങ്ങി നിൽക്കുന്ന പച്ചപ്പകൽ ഒരാൾ രാത്രിയാണെന്ന് പറഞ്ഞ് വാശി പിടിച്ചാൽ അയാളെ തിരുത്താൻ നമുക്ക് പറ്റില്ലല്ലോ സഹോദരങ്ങളെ. അല്ലാത്തവരെ ഒക്കെ തിരുത്താൻ നമുക്ക് പറ്റും. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു പെൺകുട്ടി പുറത്തുകൂടെ നടന്നു പോകുമ്പോൾ ആ പെൺകുട്ടി ഉപദ്രവിക്കപ്പെടാനുള്ള അവസ്ഥകളുടെ വഴി തുറക്കുന്നതിന്റെ ഒന്നാമത്തെ കാരണം തരങ്ങൾ അവളുടെ വേഷമാണ്. അവളുടെ വേഷമാണ്. അതായത് ഒരു സ്ത്രീയുടെ വേഷം കണ്ടാൽ അറിയാം മാന്യമായിട്ടാണോ അവളോട് ഇടപെടേണ്ടത് അതോ മാന്യമല്ലാതെയാണോ ഇടപെടേണ്ടത്. അത് വേഷം നോക്കിയാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ സഹോദരിമാരെ, ഉമ്മമാരെ, ദേഹത്തൊട്ടി നിൽക്കുന്ന, ദേഹത്തിന്റെ ആകാരങ്ങൾ പ്രത്യക്ഷമായി കാണുന്ന, അത് മറ്റുള്ളവർക്ക് പ്രദർശിപ്പിക്കപ്പെട്ട രൂപത്തിൽ സംസ്കാരത്തിന് യോജിക്കാത്തൊരു വസ്ത്രം നിങ്ങളുടെ മകൾക്ക് നൽകിയാൽ അവളെ ഈ തെരുവിലെ തിന്മകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ, അവളെ എന്തും ചെയ്യാൻ നാട്ടുകാർക്ക് ഉമ്മയും വാപ്പയും സമ്മതം കൊടുത്തു എന്നതിനർത്ഥം. സമ്മതം കൊടുത്തു എന്നതിനർത്ഥം. സംശയം വേണ്ട. നിങ്ങൾ നിങ്ങളുടെ കുട്ടികളോട് ചോദിച്ചു നോക്കൂ. നിങ്ങൾ മാന്യമായി വസ്ത്രം ധരിച്ച് സ്കൂളിലും കോളേജിലും പോകുന്ന മക്കളോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ. നിങ്ങൾ അവരോട് ആളുകൾ കമന്റ് പറയുന്നതും അവരെ ശല്യപ്പെടുത്തുന്നതും വളരെ കുറവായിരിക്കും, അപൂർവം മാത്രം. എന്നാൽ അല്പം മോശമായ വസ്ത്രധാരം ധരിച്ച കുട്ടികളെ കണ്ടാൽ ഇടപെടാൻ ശ്രമിക്കും ആളുകൾ. അത് നാടിന്റെ ചുറ്റുപാടാണ് സഹോദരങ്ങളെ. അതിന് ആ ഇടപെടുന്ന തിന്മയുടെ വക്താക്കളെ കുറ്റം പറയുന്നതിന് മുമ്പ് രക്ഷിതാക്കളെ, സ്വന്തം കുട്ടികളെ കുറിച്ച് ബോധമില്ലാത്ത നമ്മളെ കുറിച്ചാണ് കുറ്റം പറയേണ്ടത്. ഈ അടുത്ത ദിവസം ഒരു സ്കൂളിൽ കുട്ടിയെ ചേർക്കാൻ വേണ്ടി ചെന്നപ്പോൾ അവിടുത്തെ ഹെഡ് മിസ്റ്റർസ് ഒരു മുസ്ലിം പോലും അല്ല സഹോദരങ്ങളെ. എന്നിട്ട് അവിടെ ചേർക്കാൻ വേണ്ടി ചെന്നപ്പോൾ അവിടുത്തെ നിയമാവലികൾ വിശദീകരിച്ച് വായിക്കാൻ എന്നതിന് ശേഷം ഒന്ന് രണ്ട് കാര്യങ്ങൾ ആ ഹെഡ് മിസ്റ്റർസ് എടുത്തു പറഞ്ഞു. ഒന്നെന്താ, കുട്ടികളുടെ ചുരിദാറിന്റെ ടോപ്പ് പൊളിക്കാൻ പാടില്ല എന്നാണ് രണ്ട് ഭാഗത്തും. ആരാ വേണങ്ങൾ? എല്ലാ ആഴ്ചയും ദീന്റെ കാര്യങ്ങൾ കേൾക്കുന്നവരോ മനസ്സിലാക്കുന്നവരോ അല്ല. ഈ സമൂഹത്തിൽ ഇസ്ലാമികമായ വസ്ത്രധാരണങ്ങൾ ഒരു പക്ഷേ തെറ്റാണെന്നും അത് തിന്മയാണെന്നും പോലും അവകാശപ്പെടുന്ന ആളുകൾ പറയാണെന്ത്, പൊളിച്ച ചുരിദാറേറ്റ് കുട്ടികളെ സ്കൂൾക്ക് പറഞ്ഞയക്കരുത്. നിങ്ങൾ ആലോചിക്കണം. അതിനേക്കാളും എന്നെ അത്ഭുതപ്പെടുത്തിയത് എന്താ വെച്ചാൽ, കുട്ടിന്റെ കൈ ഒരിക്കലും മുട്ടിന് മുകളിലേക്ക് കയറാൻ പറ്റില്ല എന്നാണ്. ഇതേതു നിയമമാണ് സഹോദരങ്ങളെ? ഞാൻ ചിന്തിച്ചു പോയി പല രക്ഷിതാക്കളെ കുറിച്ചും. ഒരു സ്കൂളിൽ വരുന്ന തന്റെ ഒരു വിദ്യാർത്ഥിയുടെ സുരക്ഷിതത്വത്തെ കുറിച്ച് ഒരു സ്കൂളിന്റെ മേധാവിക്കുള്ള തന്റെ പോലും മാതാപിതാക്കളെ നമുക്കില്ലാതെ പോയത് എന്തുകൊണ്ട്? നാം നമ്മോട് ചോദിക്കണം. ഞാൻ വേദനിപ്പിക്കാൻ ചോദിച്ചതല്ല, ചിന്തിക്കാൻ ചോദിച്ചതാണ്. ഉമ്മമാരെ, നിങ്ങളോട് തന്നെയാണ് ഞാൻ പറയുന്നത്. ഒരു സ്ഥാപന മേധാവി ടോപ്പ് പൊളിക്കാത്ത ചുരിദാറുമായി കുട്ടി വരണമെന്നും കയ്യ് ഈ മുട്ടിന് മുകളിലേക്ക് കയറിക്കൂടെന്നും നിർബന്ധം പിടിക്കുമ്പോൾ, സ്വന്തം മക്കളെ വീട്ടിൽ നിന്ന് ഇറക്കി പോകുമ്പോൾ ആ നിർബന്ധം എന്താണ് സഹോദരങ്ങളെ നമുക്ക് തോന്നാത്തത്? ഞാൻ കുറ്റപ്പെടുത്താൻ പറയല്ല. ഇസ്ലാം എത്ര കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വേഷവിധാനങ്ങളെ കുറിച്ച്. ദേഹത്തൊട്ടിച്ചേർന്ന വസ്ത്രം പറ്റൂല. നമ്മളെ കുട്ടികൾക്കുണ്ടെങ്കിൽ സഹോദരങ്ങളെ അത് 2000 രൂപ വിലയുള്ളതാണെങ്കിലും ഇന്ന് വൈകുന്നേരം തീപ്പെട്ടിയെടുത്ത് നിങ്ങൾ കത്തിച്ചു കളയണം. നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ ഇഹലോകത്തിലും പരലോകത്തിലും. ഖുർആന്റെ ആയത്ത്. ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ, സ്ത്രീകളെ നിങ്ങൾ ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ നിങ്ങൾ ഇസ്ലാമിന്റെ വസ്ത്രധാരണങ്ങൾ സ്വീകരിക്കണം. ജലാബീബ്, ജിൽബാബുകൾ ധരിക്കാനാ പറഞ്ഞു. ഏത്? മുഖം മൂടികൾ, ശിരോവസ്ത്രങ്ങൾ, മുഖമക്കനകൾ മാറിടത്തിലേക്ക് തൂങ്ങി നിൽക്കണം. പലപ്പോഴും പറഞ്ഞതാണെങ്കിലും ഞാൻ ആവർത്തിക്കട്ടെ സഹോദരങ്ങളെ, ശിരോവസ്ത്രങ്ങളെ കൊണ്ട് ആണ് മാറുമറയേണ്ടത്. കഴുത്തിലിടുന്ന വസ്ത്രം കൊണ്ടല്ല, ഇവിടുന്ന ഷാള് കൊണ്ടല്ല മാറുമറയേണ്ടത്. ഖുർആനിന്റെ ആയത്താ ഞാൻ ഓതിയത്. എന്ത് ചെയ്യണം? അവരുടെ മുഖമക്കനകളെ കൊണ്ട് അത് മാറിടത്തിലേക്ക് തൂങ്ങിക്കിടക്കണം എന്നാണ്. അതുകൊണ്ട് മാറുമറയണം. അതുകൊണ്ട് മാറുമറഞ്ഞോ നമ്മുടേത്, അതുകൊണ്ട് മാറുമറഞ്ഞോ നമ്മുടെ മക്കളുടേത്. സഹോദരങ്ങളെ, എന്താണ്? പിശാചല്ലാതെ മറ്റാരും അംഗീകരിക്കും അതിനെ? വസ്ത്രം, ദേഹം മറയാനുള്ള വസ്ത്രം കരുതിക്കൂട്ടി 2 സൈഡിലും അരക്ക് മുകളിലേക്ക് പൊളിച്ചു വെക്കുന്നതിന്റെ സംസ്കാരം പിശാചിന്റേതല്ലാതെ ആരതാണ് സഹോദരങ്ങളെ?
ഈ സമൂഹത്തിൽ എല്ലാവരും അത് സ്വീകരിച്ചാലും അത് മാറ്റി നിർത്തേണ്ടവരല്ലേ നമ്മൾ? ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്താനോ അപമാനിക്കാനോ പറയല്ല. ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അറിവില്ലായ്മ കൊണ്ട് ചെയ്യണം. എനിക്ക് ഉറപ്പുണ്ട്, ബോധമുള്ള പിശാചു മനസ്സുകളെ കബളിപ്പിച്ചവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. സ്വബോധത്തോടുകൂടെ കാര്യങ്ങൾ ചിന്തിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ കുട്ടികളെ കാര്യം, പെൺകുട്ടികളെ കാര്യം ഞാൻ പറയുന്നത്, പെൺകുട്ടികൾ പ്രായപൂർത്തിയാവണം. പണ്ടൊക്കെ നമ്മൾ അങ്ങനെ പറഞ്ഞത്, പ്രായപൂർത്തിയായ പെൺകുട്ടികളുടെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പൊ അങ്ങനെയല്ല. പെൺകുട്ടിയാണോ നിങ്ങൾ ശ്രദ്ധിക്കണം. തൊട്ടിൽ കിടക്കുന്ന കുട്ടിയെപ്പോലും നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരിക്കൽ പോലും സഹോദരങ്ങളെ, നമ്മുടെ കുട്ടികൾ നമ്മുടേതല്ലാത്തൊരു അധീനത്ത് ഉറങ്ങരുത്. ഒരിക്കലും ഉറങ്ങരുത്. രക്ഷിതാക്കളെ കണിശമായി നിങ്ങൾ പാലിക്കണം. ഒരുപക്ഷെ വീട്ടിലെയോ സ്കൂളിലെയോ കോളേജിലെയോ കുട്ടികൾ പറയും, അവളെ ഞാനൊന്ന് കൊണ്ടുപോട്ടെ വീട്ടിലേക്ക്. കൊണ്ടുപോകാം സഹോദരങ്ങളെ, കുറഞ്ഞ സമയം, സുരക്ഷിതമായ സമയത്ത്. ഒരു രാത്രി മറ്റെവിടെയും നമ്മുടെ കുട്ടികളെ താമസിപ്പിക്കരുത്. നമ്മളില്ലാതെ താമസിപ്പിക്കരുത്. അത് ഇസ്ലാമിന്റെ നിയമമാണ്. നമ്മളില്ലാതെ താമസിപ്പിക്കരുത്. മഹറമായ പുരുഷനില്ലാതെ നിങ്ങളുടെ കുട്ടിയുടെ ആങ്ങളെയോ വാപ്പയോ അതുമായി ബന്ധപ്പെട്ട ആളുകളോ ഭർത്താവോ ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഉറങ്ങാൻ പാടില്ല. സഹോദരങ്ങളെ, സാഹചര്യങ്ങൾ മാരകമാണ്. എത്രമാത്രം അറിയും, ഒരു സ്ത്രീയുടെ വസ്ത്രങ്ങൾ പോലും മറ്റുള്ളവന്റെ മനസ്സിൽ തിന്മയുടെ വിചാരങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ഇസ്ലാം പറയുന്നത്. അതുകൊണ്ടാണ് സ്വന്തം ഭർത്താവിന്റെ വീട്ടിലല്ലാതെ ഒരു സ്ത്രീ തന്റെ വസ്ത്രങ്ങൾ അയച്ചിടാൻ പറ്റില്ല എന്നാണ്. സ്വന്തം വീട്ടിലല്ലാതെ ഒരു സ്ത്രീ തന്റെ വസ്ത്രങ്ങൾ മാറ്റിവെക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ അതുപോലും തിന്മയുടെ വഴികൾ തുറക്കുമെന്നാണ്. സഹോദരിമാരെ, കുട്ടികളെ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. അവരെവിടെ ഉറങ്ങുന്നു, അവരെവിടെ തങ്ങുന്നു, അവരെവിടെ താമസിക്കുന്നു നമ്മൾ ആലോചിക്കണം. അവരാരോട് സംസാരിക്കുന്നു, ആരോട് പറയുന്നു നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ അർത്ഥം യാതൊരു സ്വാതന്ത്ര്യവും ഇല്ലാതാക്കി ബുദ്ധിമുട്ടിച്ച് വീട്ടിലേക്ക് വരാത്ത ഏതെങ്കിലും ആൺകുട്ടികളുടെ ലോകം കൂടി വീട് വിട്ടുപോകുന്നവരാക്കണം എന്നതിനർത്ഥമില്ല. പക്ഷേ അല്പം ശ്രദ്ധ നമുക്ക് ആവശ്യമാണ് സഹോദരങ്ങളെ. നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, ഒന്ന് വേഷത്തിൽ ഇനിയും നിങ്ങൾ അഡ്ജസ്റ്റ്മെന്റുകൾക്ക് തയ്യാറാകുന്നുവെങ്കിൽ ആ കുട്ടികൾ എന്തോ ആവട്ടെ എന്ന് നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. രണ്ടാമത്തെ കാര്യം, കുട്ടികൾ എവിടെ ഉറങ്ങണം, എവിടെ താമസിക്കണം, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ബോധം വേണം. അതിലേറെ എനിക്ക് പറയാനുള്ളത്, കുട്ടികളുടെ മനസ്സിൽ നമ്മൾ ചില ധാരണകളും ബോധങ്ങളും ഉണ്ടാക്കി കൊടുക്കണം. എന്ത് ബോധം? ഒരു പെൺകുട്ടിയാണെന്നുള്ള ബോധം നമ്മളെ കുട്ടിയൊക്കെ അതില്ല സഹോദരങ്ങളെ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കോളേജിലെ കുട്ടികളിൽ നിന്ന് നമ്മൾ മൊബൈൽ ഫോണുകൾ പിടിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഫോണ് 4 പെൺകുട്ടികളാണ് ഉപയോഗിക്കുന്നത്. കലാലയത്തിൽ ഫോൺ നിരോധിച്ചിരിക്കാൻ ഒരു ഫോണ് 4 പെൺകുട്ടികൾ ഉപയോഗിക്കുന്നു. ഒരു ഫോണ് 4 ആള്. അല്പസമയം ഫോൺ വാങ്ങി ഞങ്ങൾ സ്റ്റാഫ് റൂമിൽ വെച്ചപ്പോഴേക്കും അതിലേക്ക് തുരുതുരാ ഫോണുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ ഈ കുട്ടികളുമായി ബന്ധപ്പെടുന്ന ആളുകളും അവരുമായി ബന്ധപ്പെടാനുള്ള സാഹചര്യങ്ങളെയും കുറിച്ചൊന്ന് പഠിച്ചു. അപ്പൊ ഒരു കുട്ടി പറഞ്ഞ എന്താ, നിങ്ങള് കോളേജിലേക്ക് പോരുന്ന വഴിക്ക് ബസ് ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് നടന്ന് കോളേജിലേക്ക് പോരുന്ന വഴിക്ക് ഒരാൾ വന്നിട്ട് പറഞ്ഞു, മോളെ എന്റെ നമ്പറൊന്നും തരുവച്ചു. നമ്പർ അങ്ങനെ എഴുതിന് കൊടുത്തു. ഇത് അസത്യല്ല. കുട്ടി ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതല്ല. ഏത് പ്രായപൂർത്തിയായ ഒരു കോളേജിലെ ഒരു പെൺകുട്ടി ഒരാൾ നമ്പർ ചോദിച്ചപ്പോൾ വളരെ കൂളായിട്ട് ഫോൺ നമ്പറാണ് കൊടുത്തു. അതിന്റെ അർത്ഥം എന്താ സഹോദരങ്ങളെ? അതിന്റെ അർത്ഥം എന്താ? എപ്പോ ആണെങ്കിലും നിൽക്കാന്നല്ലേ? ഒരു തന്റെ ഇടവും ഇല്ലാന്നർത്ഥം. ഏതവസ്ഥയിൽ സഹോദരങ്ങളെ കണ്ടു നിൽക്കാൻ നമുക്ക് പറ്റുന്നില്ല. നിങ്ങൾക്കറിയോ, പ്രായപൂർത്തിയെത്തിയ ആൺകുട്ടികളും പെൺകുട്ടികളും കോളേജുകളും സ്കൂളും വിട്ടു വരുന്ന രംഗം കണ്ടാൽ അല്പം ഈ സമൂഹത്തെ കുറിച്ച്, ഇസ്ലാമിനെ കുറിച്ച് അറിയേണ്ട സഹോദരങ്ങളെ, ഒരല്പം ഈ ചുറ്റുപാടുകളെ കുറിച്ച് അറിയുന്നവന്റെ മനസ്സ് പൊട്ടിപ്പോകും. 2 ആൺകുട്ടികൾ എങ്ങനെ കളിച്ച് ചിരിച്ച് തമാശ പറഞ്ഞ് ഉന്തിത്തള്ളി വരുന്നുവോ അതുപോലെയാണ് ഒരാൺകുട്ടിയും പെൺകുട്ടിയും വരുന്നത്. അതാരാണ് സഹോദരങ്ങളെ? നമ്മുടെ വീട്ടിലെ കുട്ടികൾ, നമ്മുടെ പൊന്നോമന മക്കൾ. എവിടേക്ക് പോകും എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പൊ എന്തേ വേണ്ടുള്ളവരും നമ്മുടെ കുട്ടികൾക്ക് അവരാരാണെന്ന് മനസ്സിലാക്കി കൊടുക്കണം. സഹോദരങ്ങളെ, പ്രായപൂർത്തിയുടെ ലക്ഷണങ്ങൾ കുട്ടിയിൽ പ്രകടമാകുമ്പോൾ അവർക്ക് ചില ഉപദേശങ്ങൾ നമ്മൾ നൽകാറില്ല. കൂടുതൽ നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കണം. ഒരു പെൺകുട്ടി, ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ അവൾ എവിടെ നിൽക്കണം, അവൾ എങ്ങനെ ജീവിക്കണം, എന്തെല്ലാം സൂക്ഷിക്കണം, ഇത് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ആരോടാണ് അവൾക്ക് തമാശയും കളിയും തമാശയോട് വർത്താനം പറയാൻ പറ്റിയ? ആർക്കാണ്? നിങ്ങൾക്ക് അത് അറിയില്ലെങ്കിൽ നിങ്ങൾ സൂറത്തു നൂർ എടുത്തിട്ട് 33-ാമത്തെ ആയത്തെടുത്തിട്ട് ഒന്ന് വായിച്ചു കൊടുക്കുക. ആങ്ങളമാര്, ഭർത്താക്കന്മാര്, വാപ്പ, ഭർത്താവിന്റെ വാപ്പ, അങ്ങനെ പറഞ്ഞ് എണ്ണി പറയുന്നുണ്ട്. അവരോട് പെരുമാറും പോലെയല്ല ഒരു ക്ലാസ്മേറ്റിനോട് പെരുമാറേണ്ടത്.
അവരോട് പെരുമാറുന്ന പോലെയല്ല ബസ് കണ്ടക്ടറോട് പെരുമാറേണ്ടത്, അവരോട് പെരുമാറുന്ന പോലെയല്ല മറ്റുള്ളവരോട് ആരോടും പെരുമാറുന്നത്. ഈ ബോധം ഉമ്മമാരെ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. സാഹചര്യങ്ങൾ ചീത്തയായാൽ ആരെ പറഞ്ഞിട്ടും കാര്യമില്ല. ഏത് രൂപത്തിലും ഏത് കുടുംബത്തിലും ആരുടെ മകനായും ആരുടെ മകളായും ജനിച്ചിട്ട് കാര്യമില്ല സഹോദരങ്ങളെ. ഒന്ന് ബോധം, മറ്റൊന്ന് വേഷം. അതേപോലെ തന്നെ സഹോദരങ്ങളെ, ഇടപഴകുമ്പോഴുള്ള അവസ്ഥകൾ ഈ സാഹചര്യങ്ങൾ ഇല്ലാതാക്കാത്തോടത്തോളം കാലം പ്രശ്നമാണ്. അതേപോലെ തന്നെ സൂക്ഷിക്കേണ്ട കാര്യമാണ് സഹോദരിമാരോട് ഞാൻ സൂക്ഷിക്കാൻ പറയുന്നതോടൊപ്പം പ്രത്യേകിച്ചും വിവാഹിതരായ ആളുകളോട് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, സഹോദരങ്ങളെ, വലിയൊരു ഉത്തരവാദിത്വം ഒരു സ്ത്രീയുടെ കാര്യത്തിൽ നമുക്കുണ്ട്. ഒരു വാപ്പാന്റെ അടുത്താണ് ഒരു പെൺകുട്ടി എന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിന്റെ സുരക്ഷിതത്വം ആ വാപ്പ ഏൽക്കും. നമ്മളൊരു വിവാഹം കഴിച്ചാൽ ആ സ്ത്രീയുടെ സുരക്ഷ നമ്മുടെ അടുക്കലാണ്, അത് നമ്മൾ പാലിച്ചേ പറ്റൂ. നോക്കൂ, നിങ്ങൾ വീടുകളിൽ പലപ്പോഴും കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനൊക്കെ ഏൽപ്പിക്കുന്നത് സ്ത്രീകളെയാണ്. നിരന്തരമായി വീട്ടിൽ വരുന്ന പത്രക്കാരൻ, അതേമാതിരി പാല് കൊണ്ടുവരുന്ന ആളുകൾ, മത്സ്യവുമായി വരുന്ന ആളുകൾ, ജോലിക്കാരും ജീവനക്കാരുമായ ആളുകൾ ഒക്കെ ഉണ്ട്. ഒരു വീട് പണി ഗൾഫിൽ നിന്ന് പൈസ അയച്ചിട്ട് ഭാര്യനെ പണിക്ക് നേതൃത്വം കൊടുക്കാൻ ഏൽപ്പിച്ചിട്ട് ഒരു വീട് പണി കഴിഞ്ഞപ്പോഴേക്കും അയാൾക്ക് ഒരു വീടുണ്ടായി, പക്ഷേ ഭാര്യ നഷ്ടപ്പെട്ടു. ഇതാണ് സഹോദരങ്ങളെ സമൂഹത്തിലെ ചിത്രം. നാം ആലോചിക്കണം നമ്മുടെ ചുറ്റുപാട് എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലത്തെ പണിക്കാരുമായുള്ള ഇടപഴകലിന് ശേഷം ഉണ്ടായ അവസ്ഥ. എവിടെ സഹോദരങ്ങളെ അവിടെ സൂക്ഷ്മത? നമ്മുടെ ഭാര്യയുടെ സുരക്ഷ നമ്മുടെ അടുക്കൽ നിർബന്ധമാണ്. അപ്പൊ എന്താ എവിടെ പറയണ്ട? ഒരാൾ വീട്ടിൽ നിന്ന് ബെല്ലടിക്കുമ്പോഴേക്കും വാതിൽ തുറന്ന് ഒരു മാക്സിയും ഒരു ഷാളും ഇട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സംസ്കാരം ഇസ്ലാമിൻ്റെതല്ലേ അല്ല. മിൻ വറാഇ ഹിജാബ്, ഒരു മറയിലാണ് നിൽക്കേണ്ടത് സഹോദരങ്ങളെ. വീട്ടിൽ ഒരാൾ വന്നാൽ അയാളുടെ ഒരിക്കൽ പോലും ഒരു സംസാരത്തിൽ കൊതി തോന്നുന്ന ഒരു വാക്ക് പോലും പറയാൻ പറ്റില്ല. ഇങ്ങോട്ട് ചോദിക്കുന്നതിന് മറുപടി അല്ലാതെ അങ്ങോട്ട് രണ്ട് ചോദ്യം ചോദിക്കുമ്പോഴേക്കും മനസ്സിൽ രോഗമുള്ളവർക്ക് അത് മതി എന്നാണ് ഖുർആൻ പറയുന്നത്. ഞാൻ പറയും ഇതൊക്കെ സാഹചര്യങ്ങളാണ് സഹോദരങ്ങളെ. ഈ സാഹചര്യങ്ങൾ മതി നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ താളക്രമങ്ങളും തെറ്റാൻ, നമ്മുടെ കുടുംബം നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ. ഇത് മാത്രമല്ല, വീട്ടിലുള്ളവരെ ശ്രദ്ധിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്ന ആളുകൾക്ക് കയറി വരാൻ ഒരു പരിമിതിയുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് കയറാൻ പറ്റില്ല. നമ്മളെ ഭാര്യയില്ലേ നമ്മുടെ വീട്ടിൽ, നമ്മുടെ പ്രായപൂർത്തിയായ കുട്ടികളിലെ നമ്മുടെ വീട്ടിൽ, പുറത്തുള്ളവർക്ക് വരാൻ ഒരു പരിധി. ആ പരിധിയിൽക്കപ്പുറം അവരകത്തേക്ക് കയറിക്കൂടെ സഹോദരങ്ങളെ. ഇതൊക്കെ ഞാൻ പറയുന്നത് ഏതു സന്ദർഭത്തിലും നമ്മളെ പോലെയുള്ള ആളുകളുടെ വീടുകളിലും നമ്മളെ പോലെയുള്ള കുടുംബങ്ങളിലും തിന്മകൾ കയറി വരാനുള്ള വഴികളാണ് ഇത് എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രമാണ്. സഹോദരങ്ങളെ, ഇതേപോലെ തന്നെ തെറ്റുകൾ സമൂഹത്തിൽ വർദ്ധിച്ചു വരാനുള്ള, ആരിലും തെറ്റു സംഭവിക്കാവുന്ന ഒരു സ്ഥിതിവിശേഷം സമൂഹത്തിൽ ഉണ്ടാവാനുള്ള മറ്റൊരു കാരണം ചില മറകളുണ്ട് സഹോദരങ്ങളെ. ഇവിടെ ചില മറകളുണ്ട് അല്ലേ? ഉമ്മയും പെണ്ണാണ്, ഭാര്യയും പെണ്ണാണ്, പെങ്ങളും പെണ്ണാണ്, പക്ഷെ ഒരു മറയുണ്ട്. ആ മറകളെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. ഒരു പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളടങ്ങിയ പത്രങ്ങൾ വായിക്കരുത് സഹോദരങ്ങളെ. നിങ്ങൾ അത്തരം ലേഖനങ്ങൾ നേടണം. സമൂഹത്തിൽ റയറായി നടക്കുന്ന അപൂർവമായ കാര്യങ്ങളെ സമൂഹത്തിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നിട്ട് അങ്ങനത്തെ തെറ്റുകൾ സമൂഹത്തിൽ വ്യാപകമാണ്, വേണമെങ്കിൽ നോക്കൂ എന്ന ഒരു മെസ്സേജ് അല്ലാതെ മറ്റൊന്നും നൽകാൻ ആ പത്രവാർത്തകൾക്കും ആ ഫീച്ചറുകൾക്കും പറ്റൂല. അതൊന്നും സമൂഹത്തിൽ അറിയേണ്ട കാര്യമില്ല. ഇസ്ലാമിന്റെ മഹത്വം ആലോചിക്കുക നിങ്ങൾ. തെറ്റ് സമൂഹത്തിൽ വരാനുള്ള എല്ലാ തെറ്റിനെ കുറിച്ചുള്ള വൃത്താന്തങ്ങൾ, സമൂഹത്തിൽ വരാനുള്ള എല്ലാ വഴിയും അടച്ചു ഇസ്ലാം. ഒന്ന് വ്യക്തികളോട് പറഞ്ഞു, കുല്ലു അംറിൻ മുആഫ, എല്ലാ തെറ്റും പൊറുക്കപ്പെടും ഇല്ലൽ മുജാഹിരീൻ. ഒരു തെറ്റ് പരസ്യപ്പെടുത്തിയാൽ പിന്നെ അത് പൊറുക്കപ്പെടാതെ പോകുന്നു. തെറ്റ് സ്വന്തം പറയരുത്, ഞാൻ ചെയ്ത തെറ്റ് ഞാൻ തന്നെ വിളിച്ചു പറയരുത്. സഹോദരങ്ങളെ, അവിടെ മാത്രമല്ല, നോക്കൂ നിങ്ങൾ, വ്യഭിചാരത്തിന് 4 സാക്ഷി വേണമെന്നാണ്. ഏത് ശരിക്കും ഇപ്പൊ നമ്മൾ ഒരു അന്യ സ്ത്രീയെയും ഒരു അന്യ പുരുഷനെയും തികച്ചും വൃത്തികെട്ട ഒരു സാഹചര്യത്തിൽ കണ്ടാൽ പോലും സഹോദര, അത് സമൂഹത്തിൽ മറ്റൊരാളെ അറിയിക്കാൻ നമുക്ക് പറ്റൂല. അറിയിച്ചാല് 80 അടിയാണ് ഇസ്ലാമിക കോടതിയിലെ ശിക്ഷ. ഇതെന്തിനെ വെച്ചു പറയുന്നത്? ഇതിങ്ങനെ കൊട്ടിപ്പാടേണ്ട നാട്ടിൽ നിന്നാണ്. നോക്ക് നിങ്ങൾ, വീട്ടിൽ മുഴുവൻ പത്രങ്ങളിൽ മുഴുവനും വെണ്ടക്കയിൽ വരുന്ന വാർത്തകൾ. ഇത് സമൂഹത്തിൽ റയറായി നടക്കുന്ന തെറ്റുകൾ. ആ തെറ്റുകളെ വളരെ ഭംഗിയായി സമൂഹത്തിൽ അവതരിപ്പിക്കുക. ഒന്നുമില്ല, കഴിഞ്ഞ ദിവസങ്ങളിലെ പത്രങ്ങളിൽ വന്ന വാർത്തകളെ മുഴുവനും ശേഖരിച്ചിട്ട് ഒരൊറ്റ പേജിലാക്കിയിട്ട് തരിക, ഇത് വായിപ്പിക്കാം. സഹോദരങ്ങൾ, ഞാൻ ആലോചിച്ച് നോക്കുകയാണ്, മാതാപിതാക്കൾ മക്കളെ പീഡിപ്പിക്കുന്ന, ചൂഷണം ചെയ്യുന്ന സംഭവ കഥകൾ എഴുതിയ പത്രം നമ്മുടെ വീട്ടിൽ വന്ന് വീണിട്ട് നമ്മുടെ കുട്ടികളത് വായിച്ച എന്തെങ്കിലും അവസ്ഥ. ലോകത്ത് അവർക്ക് മാതാപിതാക്കളെ കുറിച്ചൊരു കാഴ്ചപ്പാട്. അതാ ഞാൻ മറ എന്ന് പറഞ്ഞത്. ആ മറ ഭേദിക്കരുത് എന്നാണ്.
അതുകൊണ്ടല്ലേ വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നൂറിൽ അത്ര വ്യക്തമായിട്ട് പറഞ്ഞത് വാപ്പയും ഉമ്മയും തമ്മിലുള്ള ഒരു നിലക്കുള്ള ബന്ധങ്ങളെയും ഇടപാടുകളെയും മക്കളുടെ ശ്രദ്ധയിൽ വരാൻ പറ്റൂലെന്നാണ്. അങ്ങനത്തെ ഒരു സാഹചര്യം മക്കളോടൊപ്പം ഒന്നിച്ച് ജീവിച്ചാലും ഒന്നിച്ചുറങ്ങിയാലും വീട്ടിൽ ഉണ്ടാകരുത് എന്നാണ്. എന്തിനെ പഠിച്ചോ അത് വെച്ചു? അത് ഒരു മറയാണ് സഹോദരങ്ങളെ. നമ്മളെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഒരു മറയുണ്ട് ഇവിടെ. ആ മറ പൊളിഞ്ഞാൽ നോക്ക് നിങ്ങൾ, എനിക്കത് ചിന്തിക്കാൻ പറ്റുന്നില്ല. കാരണം ഒരു ആങ്ങളെയും പെങ്ങളും ഒന്നിച്ച് നടന്നു പോകുമ്പോൾ, ഒരു ഉമ്മയും മകനും ഒന്നിച്ച് നടന്നു പോകുമ്പോൾ സംശയിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഈ സമൂഹത്തിന്റെ മനസ്സുകളിൽ സൃഷ്ടിക്കപ്പെട്ടാൽ സഹോദരങ്ങളെ നമ്മളെവിടെ എത്തും? നാം ആലോചിക്കണം. ഉമ്മയെയും മകനെയും ഒന്നിച്ചൊരു സ്ഥലത്ത് കണ്ടാൽ സംശയിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഈ സമൂഹത്തെ കൊണ്ടുപോകുന്നത്. നാം ആലോചിക്കണം, നാം സൂക്ഷിക്കണം. സഹോദരങ്ങളെ, മറകളെ പിച്ചു ചീന്തുകയാണ്. ആരാണ് ഈ മറകളെ പിച്ചു ചീന്തുന്നത്? ആരാ സഹോദരങ്ങളെ? ഒന്നാമത്തെ ടി വി എല്ലാറ്റിലും വരും. നിങ്ങൾ വിഷമിച്ചിട്ട് കാലം എല്ലാറ്റിലും വരും. മാധ്യമങ്ങൾ എല്ലാറ്റിലും വരും. ഒരു യൂറോപ്യൻ നാട്ടിൽ നടന്ന ഒരു പുതിയ കണക്കെടുപ്പ് ഞെട്ടിക്കുന്നതാണ്. അതായത് വിദ്യാഭ്യാസ രംഗത്ത് അച്ചടക്കം എന്ന് പറഞ്ഞാൽ മുമ്പ് എങ്ങനെ ഇറങ്ങുക? ഒരു കുട്ടി എന്തെങ്കിലും ചെയ്യുക, ഒരു കുട്ടിയുടെ പുസ്തകത്തിന്റെ പേജ് ചീന്തുക, കുട കാണാതെ ആകുക, അല്ലെങ്കിൽ ചുറ്റുമാത്രം എടുത്ത് മറച്ചു വെക്കുക. ഇതൊക്കെയാണ് അച്ചടക്കരാഹിത്യം എന്ന് സ്കൂളുകളിൽ മുമ്പ് പറഞ്ഞിരുന്നത്. ഇന്ന് പാശ്ചാത്യ നാടുകളുടെ അച്ചടക്കരാഹിത്യം എന്താ? അതായത് കുട്ടികൾക്ക് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പുണ്ടാകുന്ന പ്രഗ്നൻസിയാണെന്ന് അവിടുത്തെ പ്രശ്നം. ഓരോ ക്ലാസ്സിലും സ്കൂളുകളിലും സ്ഥാപനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത പ്രതിസന്ധി. അതിശയോക്തിയല്ല സഹോദരങ്ങളെ, അത്ഭുതങ്ങൾ കാലത്ത് പറയല്ല. നമ്മളിപ്പോൾ എത്തിയ സംസ്കാരത്തിന്റെ തൊട്ടടുത്ത സ്റ്റേജാണ്. ഇത് അവസാനം എന്താ നിങ്ങൾ പഠനങ്ങളും ഗവേഷണങ്ങളും നടത്തി ഇത്തരം കുട്ടികളൊക്കെ വിളിച്ച് ചോദിച്ചു പറഞ്ഞപ്പോൾ അവസാനം തീരുമാനാക്കിയ എന്താ വെച്ചാൽ, അധ്യാപകന്മാർ സയൻസ് പഠിപ്പിക്കുമ്പോൾ സയൻസ് മാത്രം പറയുന്നു, മാത്സ് പഠിപ്പിക്കുമ്പോൾ മാത്സ് മാത്രം പറയുന്നു പോരാ. ഗുരുനാഥൻ എന്ന് പറഞ്ഞാൽ ആദരണീയനായ ഒരു വ്യക്തിയാണ്. ഈ സമൂഹത്തിൽ എന്തെങ്കിലും ഒരു നന്മ പറഞ്ഞു കൊടുക്കാൻ അയാൾക്കേ പറ്റൂ. അതുകൊണ്ട് എല്ലാ കലാലയങ്ങളിലും മോറൽ സ്റ്റഡീസ് വേണമെന്നാണ്. ജപ്പാനിലെ എല്ലാ സ്കൂളുകളിലും പീരിയഡുകൾ അനുവദിച്ചു എന്നാണ് സഹോദരങ്ങളെ വാർത്തകൾ കാണുന്നത്. എല്ലായിടത്തും മതം തന്നെ വേണ്ട, ദൈവം തന്നെ വേണ്ട എന്ന് പറഞ്ഞ ആളുകൾ സ്കൂളിൽ ഓരോ പീരിയഡ് അനുവദിച്ചു കൊടുക്കുന്ന അവസ്ഥയിലേക്ക് സമൂഹത്തിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, തെറ്റുകളുടെ ഒരു മറ ഉണ്ട്, അല്ലെ കുട്ടികളുടെ മറ. ആ മറ ലംഘിക്കപ്പെടാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ടി വി തന്നെയാണ്. ഞാൻ പറഞ്ഞു, ഒരിക്കലും സഹോദരങ്ങളെ ടി വി നിങ്ങൾ കുടുംബത്തോടൊപ്പം ഇരുന്ന് കാണരുത്. ഒരു വാർത്ത പോലും. ഞാൻ അത്ര യാഥാസ്ഥികനായി പോയോ എന്ന് ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കും. കണ്ട പ്രശ്നമാണ്. കാരണം വളരെ വൃത്തികെട്ട ഒരു മൂവി, ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ ഒരു പുരുഷന്റെ ചിത്രം സഹോദരങ്ങളെ നമ്മുടെ മക്കളോടും ഭാര്യയോടൊപ്പം കണ്ടാൽ വാപ്പയത് കാണുകയാണല്ലോ എന്ന് മക്കൾ വിചാരിച്ചാൽ പൊളിയുന്നു മറ. ആദരവിന്റെ ആ ഉന്നതമായ മഹത്വത്തിന്റെ, പിതൃത്വത്തിന്റെ, മാതൃത്വത്തിന്റെ ഉന്നതമായ ആദരണീയമായ അവസ്ഥകൾ തകർന്നടിയുകയാണ് സഹോദരങ്ങളെ. തിരിച്ചു വരാൻ പറ്റാത്ത കാര്യങ്ങൾ, അത്തരം കാര്യങ്ങൾ കുട്ടികളോട് ചർച്ച ചെയ്യാൻ പോലും വിഷമിക്കാത്തൊരവസ്ഥയിലേക്ക് മനസ്സുകൾ മാറി വരാൻ തുടങ്ങിയിരിക്കുന്നു. ടി വികളും അതിന്റെ സംസ്കാരങ്ങളും സഹോദരങ്ങൾ ഒഴിവാക്കി കൊടുക്കും. ഈ കഴിഞ്ഞ ദിവസം +2 കുട്ടികൾക്ക് വേണ്ടി ക്ലാസ് എടുത്തപ്പോൾ ശേഷം അവർ കുറേ ചോദ്യങ്ങൾ എഴുതി തന്നു. അതിലൊരു കുട്ടി എഴുതി തന്ന ചോദ്യം എന്താ വെച്ചാൽ, എനിക്ക് ഒരൊറ്റ ആഗ്രഹമുള്ളൂ, എനിക്കിപ്പോൾ ഈ ക്ലാസ്സിലൊക്കെ കേട്ട പോലെ ആകണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എന്താ പ്രശ്നം അറിയൂ, വീട്ടിൽ ചെന്നാൽ ടി വി ഉണ്ട്. അപ്പൊ ടി വി കാണാതിരിക്കാൻ എനിക്ക് എന്താണ് ഒരു പരിഹാരം പറഞ്ഞുതരാം? ടി വിന്റെ അടുത്തേക്ക് പോകരുത്. അതിനെന്റെ മനസ്സിനെ സജ്ജമാക്കി തരാൻ എന്നെ എങ്ങനെ നിങ്ങൾക്കൊന്ന് സഹായിക്കാൻ പറ്റുന്നതാണ് എന്നോടുള്ള ചോദ്യം. ഞാൻ പറഞ്ഞു, കുട്ടി പോയിട്ട് വാപ്പാനോടും ഉമ്മാനോടും പറയാം, ആ കേബിളാണ്ട് കട്ട് ചെയ്യൊരു ബ്ലേഡ് എടുത്തിട്ട് അതിനെ പരിഹാരം മാറും. സഹോദരങ്ങൾ, ഇത് ആര് ചെയ്യേണ്ട പണിയാണ്? ഒരു ഹോസ്റ്റലിൽ നന്നാകാൻ വേണ്ടി കൊണ്ടാക്കിയ ഒരു പെൺകുട്ടി എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ്, വാപ്പയും ഉമ്മയും വെച്ച കേബിൾ ടി വി അവിടുന്ന് പോയാൽ ഞാൻ നന്നായി, എനിക്കല്ലാത്തൊരു തടസ്സം എൻ്റെ വീട്ടിലില്ലാന്ന് ഒരു കുട്ടി ഈ ജൂൺ മാസത്തിൽ ഞാൻ എടുത്ത ക്ലാസ്സിൽ എനിക്ക് എഴുതി തന്ന ചോദ്യം. ഞാൻ പറഞ്ഞ രക്ഷിതാക്കളെ, ഒരു കൂട്ടായ തീരുമാനം എടുത്തില്ലെങ്കിൽ മാതാപിതാക്കൾ എന്ന പവിത്രമായ മറകൾ ഈ നാട്ടിലെ മാധ്യമങ്ങളും ചുറ്റുപാടുകളും ലംഘിക്കപ്പെടുമ്പോൾ നമ്മുടെ വീട്ടിലും അതിന് അവസരങ്ങളെ സൃഷ്ടിക്കരുതെന്ന് എനിക്ക് പറയാനുള്ളത്. ഗീബത്ത് പറയരുത്. എന്തിനാ പറഞ്ഞത്? ഒരാളെ പറ്റി തെറ്റ് സമൂഹത്തിൽ പറയരുത്, ഉള്ള തന്നെ പറയരുത്. തെറ്റുകൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കേണ്ടതാണ് ഇസ്ലാമിന്റെ മാനദണ്ഡം. എന്നാൽ എന്തൊക്കെ തെറ്റ് സമൂഹത്തുണ്ടോ അതൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിൽ എത്തിച്ചു തരികയാണ് പത്രങ്ങളും മാധ്യമങ്ങളും. സഹോദരങ്ങളെ, എന്തുകൊണ്ട് തെറ്റ് സംഭവിക്കുന്ന ഞാൻ പറഞ്ഞു, പാപത്തിന്റെ വഴികൾ ഇതാ നമ്മുടെ മുമ്പിൽ തുറക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു സഹോദരങ്ങളെ. പിന്നെ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് തിന്മകൾ വിലക്കപ്പെടുക എന്നുള്ളത്. ഒരു നാട്ടില് അവിടെ കുറച്ചൊരു സദാചാരവും സംസ്കാരമൊക്കെ ഒരു നാടാണ്. അവിടുത്തെ ഒരു ബേക്കറിയിൽ ഇങ്ങനെ അവിടുത്തെ പള്ളിയുമായി ബന്ധപ്പെട്ട ഖതീബ് കയറി ചെന്ന് നോക്കുമ്പോൾ ഒരു സ്ത്രീ 8 പുരുഷന്മാർ
ഒന്നിച്ചൊരു മേശക്കിരുന്ന് അവർ ഭക്ഷണം കഴിക്കുന്നു, ബേക്കറിയിൽ ജ്യൂസ് കുടിക്കുന്നു, ഒക്കെ കുടിക്കുന്നു. ഇവരെല്ലാവരും ഒരു കുടുംബത്തിൽപ്പെട്ടവരോ ഇവിടെ ആങ്ങളമാരാണോ എന്ന് വിശ്വസിക്കാൻ അയാൾക്ക് പറ്റിയില്ല. അയാൾ ചോദിച്ചു, ആ സ്ത്രീയോട് കുറച്ച് ഗൗരവത്തോട് ചോദിച്ചു. അങ്ങനെ ചോദിക്കാനൊന്നും പറ്റില്ല നമ്മുടെ സമൂഹത്തിൽ, നമ്മളാരും ഇവിടുത്തെ ആരുമല്ലോ. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു മനോനില അനുസരിച്ച് അദ്ദേഹം ചോദിച്ചു, ഇവരാരാ നിന്റെ കൂടെ ഉള്ളത് ചോദിച്ചു. സത്യത്തിൽ അവരെല്ലാവരും ഞെട്ടിപ്പോകുന്നൊരു ചോദ്യമായിരുന്നു. ഭാഗ്യത്തിന് അവളുടെ ഭർത്താവിന്റെ സുഹൃത്തുക്കളോടൊപ്പം വന്നിരിക്കുകയാണ്. ആലോചിക്കണം, അന്യപുരുഷന്മാർക്കിടയിൽ യാതൊരു ആ ഇരുത്തവും സംസാരവും സംസ്കാരവുമാണ്. നമ്മളെല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ചല്ല നമ്മൾ. ആ സംസ്കാരത്തിൽ ഒരാളായി തൻ്റെ ഭാര്യയെ ചേർക്കാൻ പറ്റുന്ന ഒരവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചു നോക്കും നിങ്ങൾ. സഹോദരങ്ങളെ, ചോദിക്കാൻ ആരെങ്കിലും വേണമെന്നാണ്. മക്കളോട് പോലും ചോദിക്കാൻ മാതാപിതാക്കൾക്ക് പറ്റില്ലെങ്കിൽ ഈ സമൂഹത്തെ ആര് തടുക്കും? സഹോദരങ്ങളെ, എല്ലാ തിന്മകളും കാണുമ്പോൾ ഇടപെടാൻ ആളില്ലാതിരിക്കുക. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്താണ്, യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ വയുസാരിഊന ഫിൽ ഖൈറാത്ത് വഉലൈക മിനസ് സാലിഹീൻ. യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും പരലോകത്തിലും അവർ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നു. വയഅ്മുറൂന ബിൽ മഅറൂഫ്, നന്മകൾ അവർ കൽപ്പിച്ചു കൊണ്ടിരിക്കുന്നു. വയൻഹൗന അനിൽ മുൻകർ, തിന്മകളെ അവർ വിരോധിച്ചു കൊണ്ടിരിക്കുന്നു. വയുസാരിഊന ഫിൽ ഖൈറാത്ത്, നന്മകളിൽ അവർ മത്സരിച്ചു മുന്നേറിക്കൊണ്ടിരിക്കുന്നു. വഉലൈക മിനസ് സാലിഹീൻ, അവരാകുന്നു സദ്വൃത്തരായ ആളുകൾ, അവരാകുന്നു സന്മാർഗികളായ ആളുകൾ. ഒന്നെന്താ സഹോദരങ്ങളെ? നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. ഞാൻ പറഞ്ഞു, ആർജവത്വത്തോടെ ചോദിക്കണം സഹോദരങ്ങളെ. നമ്മുടെ ഒരു പരിധിയിൽ, നമ്മുടെ വീടാവട്ടെ, നമ്മുടെ നാടാവട്ടെ, നമ്മുടെ അയൽവാസികളാവട്ടെ, നമുക്കത് ചോദിക്കാൻ പറ്റണം. നോക്കൂ നിങ്ങൾ, അപരിചിതനായ ഒരാളെ ഒരു തെറ്റായ സാഹചര്യത്തിൽ തമിഴ്നാട്ടിൽ എവിടെ തോന്നുന്നുണ്ട്, അതിനോട് അനുകൂലിച്ച് ഞാൻ പറയുന്നത്. നാട്ടിൽ മുഴുവൻ മോഷണം പെരുകിയാണ്. വല്ലാതെ ആൾക്കാർ എവിടെ വീട്ടിലൊക്കെയാലും മോഷണം. അവസാനം അപരിതമായ സാഹചര്യത്തിൽ 2 വാഹനങ്ങൾ അവിടെ വന്നു എന്നാണ് നാട്ടിൽ. അപ്പൊ ആൾക്കാർ ചോദിച്ചു, വാഹനത്തിൽ വന്നവർക്ക് കൃത്യമായ മറുപടി ഒന്നുമില്ല, അടിച്ചു കൊന്നു എന്നാണ് 9 ആളുകൾ. ഈ സമൂഹത്തിൽ നമുക്ക് കേട്ടാൽ ഞെട്ടിപ്പോകുന്ന വാർത്തയാണ്. 9 മനുഷ്യന്മാരെ നാട്ടുകാർ കൂടി തച്ചണ കൊല്ലുക എന്ന് പറഞ്ഞാൽ സമൂഹത്തിന്റെ അവസ്ഥകൾ ആലോചിക്കും. ഇത് എപ്പോഴാ സംഭവിക്കാര്യങ്ങൾ? തിന്മകൾ അതിന്റെ പരിധി കഴിയുന്നു. നോക്കേണ്ടവരും അതിന്റെ ഭരണകൂടങ്ങളും ന്യായാധിപന്മാരും ഒന്നും തിന്മകളെ പ്രതിരോധിക്കാത്ത, നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനും ആളില്ലാതിരിക്കുക, ആരെന്ത് ചെയ്താലും ചോദിക്കുന്നവന്റെ നേർക്ക് തട്ടിക്കേറുന്ന ഒരു സംസ്കാരം നാട്ടിൽ വന്നാലേ പ്രശ്നീകാരം. അങ്ങനെ ചെയ്യണം എന്നുദ്ദേശിച്ചല്ല ഞാൻ പറഞ്ഞു. സമൂഹം മാന്യമായി പ്രതികരിച്ചില്ലെങ്കിൽ പ്രശ്നമാണ് സഹോദരങ്ങളെ. ചിലതൊക്കെ നമ്മൾ കള്ളെന്ന് വിചാരിക്കാൻ പറ്റും. എത്രമാത്രം നിങ്ങൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമെന്നല്ല, നമ്മുടെ നാടിനെ പറ്റി അറിയാൻ പറ്റും. ഈ സ്ഥലത്ത് ഈ ഗേറ്റ് ഇപ്പോൾ പൂട്ടിണ്ടെന്ന് പറയുന്നത്, ഈ ഗേറ്റ് പൂട്ടുന്നത്, ഈ ഗേറ്റ് തുറന്നിടുന്നൊരു സാഹചര്യം ഉണ്ടായാൽ ഏതെങ്കിലും ഈ പള്ളിയിൽ ആളില്ലാത്തൊരു അസമയങ്ങളിൽ ഒരുപക്ഷെ നമ്മൾ കാണാൻ പാടില്ലാത്തത് നാം ഇരിക്കുന്ന ഈ സ്ഥലത്ത് വെച്ച് കാണും. അപ്പോ നിങ്ങളെ വീട് പണിയെടുക്കുന്ന സ്ഥലമല്ലേ, വീട് പൂർത്തിയായി ചുമര് കെട്ടിയതിനു ശേഷം പൂട്ടിടാവുന്ന മതി. ഈ നാട്ടിന്റെ അരാജകത്വം അവിടെ 10 മിനിറ്റ് മറഞ്ഞിരുന്നാൽ കാണാം സഹോദരങ്ങളെ. നമുക്ക് വീടിന്റെ പണി ചുമരൊക്കെ കെട്ടിക്കഴിഞ്ഞിട്ട് അതിനൊരു വാതിൽ വെക്കാതെ കുറച്ചേരം അവിടെ നിന്നാൽ മതി. പുറത്ത് അറിയാം നമുക്ക്. ഒരു മദ്രസ പൂട്ടാതെ പോയാൽ മതി, ഒരു സ്കൂളിന്റെ ഗേറ്റ് അടക്കാതെ പോയാൽ മതി. അത്രയാണ് സഹോദരങ്ങളെ തിന്മയുടെ വ്യാപനം. നമ്മൾ എന്ത് ചെയ്യണമെന്നറിയും? ശരിക്കും ജാഗ്രതയോടെ നിൽക്കണം. നമ്മൾ ഈ സമൂഹത്തിൽ തെറ്റായ അവസ്ഥയിൽ കാണുന്നവരോട്, ചുരുങ്ങിയത് 4 വീട്ടുകാരെ ഒന്നിച്ച് താമസിക്കുന്നിടത്ത് ഒരാളെ കണ്ടാൽ എന്തേ ഇവിടെ എന്നെങ്കിലും ചോദിക്കാൻ നമുക്ക് പറ്റണം. നല്ല നിലക്ക് ഇവിടുത്തെ നിയമങ്ങളെ കയ്യിലെടുക്കണമെന്ന് പറഞ്ഞതിന് അർത്ഥമില്ല. നന്മകൾ നമ്മുടെ മക്കളോട് പറയണം, ചുറ്റുപാടുള്ളവരോട് പറയണം. നോക്ക് നിങ്ങൾ, ഒരു ചെറിയ കുട്ടിയെ ഈ സമൂഹത്തിന് സംഭാവന ചെയ്യേണ്ടത് എന്ത് ഉപദേശം പറഞ്ഞു കൊടുത്തിട്ടാ നിങ്ങൾ? ഈ സമൂഹത്തിൽ ഒരു പൗരനെ വളർത്തിയെടുക്കേണ്ടത് ഇസ്ലാമിക സംസ്കാര പ്രകാരം എങ്ങനെയാ നിങ്ങൾ? യാ ബുനയ്യ, എന്റെ മോനെ, അഖിമിസ്സലാ, നിസ്കരിക്കണം മോനെ. പിന്നെന്താ അടുത്ത വാക്ക്? വഅ്മുർ ബിൽ മഅറൂഫി വൻഹ അനിൽ മുൻകർ വസ്ബിർ അലാ മാ അസാബക ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. എല്ലാവർക്കും പറ്റൂല മോനെ, അസ്മിൽ ഉമൂർ, അത് കുറച്ച് ദൃഢമായ കാര്യങ്ങളിൽ പെട്ടതാണ്. എന്ത്? അഖിമിസ്സലാ, മോനെ നിസ്കരിക്കണം. വഅ്മുർ ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കണം മോനെ കൂട്ടുകാരോട്. വൻഹ അനിൽ മുൻകർ, തിന്മ കണ്ടാൽ എതിർത്തു നിൽക്കണം മോനെ. വിഷമങ്ങൾ വന്നാൽ സഹിക്കണം മോനെ. ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ,
അതെല്ലാവർക്കും പറ്റൂല. അങ്ങനത്തെ മനഃശക്തിയുള്ള മനോദൃഢതയുള്ള കുറച്ചാളുകൾ ഈ സമൂഹത്തിൽ വന്നാൽ മാത്രമേ സഹോദരങ്ങളെ നമുക്ക് ഈ സമൂഹത്തെ മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാൻ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇത്തരം കൂട്ടായ്മകളൊക്കെ കാണുമ്പോൾ ആളുകൾ വിചാരിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെ ഏതെങ്കിലുമൊക്കെ ഒരു പ്രസ്ഥാനത്തെ പ്രൊജക്ട് ചെയ്യാൻ, അതിൻ്റെ ആളുകൾക്ക് ആളുകളാവാൻ, ആ പള്ളിയത്തിനേക്കാളും ആൾ ഇവിടെ ഉണ്ടെന്ന് പറയാൻ, അതൊന്നുമല്ല സഹോദരങ്ങളെ. അങ്ങനെ ഒരു മത്സരത്തിന്റെ പശ്ചാത്തലം തന്നെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ടില്ല എന്ന് എനിക്ക് പറയാൻ പറ്റും. മനസ്സിലായില്ലേ? ഇവിടെ ലേണിംഗ് ക്ലാസ് തുടങ്ങിയത് വേറെ ആരെങ്കിലും ലേണിംഗ് ക്ലാസ് തുടങ്ങിക്കൊണ്ടല്ല. ഇവിടെ മദ്രസ തുടങ്ങിയത് വേറെ മദ്രസ കണ്ടിട്ടല്ല. ഇവിടെ ജുമാ തുടങ്ങിയത് വേറൊരു ആൾക്കാർ ജുമാ തുടങ്ങിയിട്ടല്ല. മറിച്ച് നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യപ്രകാരം നമ്മൾ ഉദ്ദേശിക്കുന്ന ആശയാദർശങ്ങളെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരു സാഹചര്യം ഉണ്ടായാൽ പറ്റും. അതിന് ഈ സമൂഹത്തിൽ പലതും ചെയ്യാൻ പറ്റും എന്ന് വിശ്വസിച്ചപ്പോൾ തന്നെയാണ് സഹോദരങ്ങളെ പണം മുടക്കി ഇതിന്റെ മുൻഗാമികൾ ഈ സ്ഥാപനം ഇവിടെ ഉണ്ടാക്കിയത്. അതിന്റെ ഗുണഫലങ്ങൾ ഈ പെരിന്തൽമണ്ണയിൽ ജീവിക്കുന്നവർക്ക് അറിയാൻ പറ്റും. ഞാൻ പറഞ്ഞത് നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നുള്ളത് സമൂഹത്തിൽ നമ്മൾ ഏറ്റെടുക്കണം. നമ്മൾ മാറിക്കേണ്ടതല്ല. ഇപ്പൊ നിങ്ങളൊക്കെ ഈ ക്ലാസ്സിന് വന്നു എന്നുള്ളത് ഓക്കെയാണ്. പക്ഷെ നിങ്ങളിൽ എത്ര പേർ ഇതിന്റെ സംഘാടനങ്ങളിൽ പങ്കുകൊണ്ടു എന്നുള്ളത് ഒരു ചോദ്യമാണ് സഹോദരങ്ങളെ. അതൊരു ചോദ്യമാണ്. ആ ചോദ്യം നമ്മുടെ മനസ്സിൽ തട്ടുകയും നമ്മൾ ഏറ്റെടുക്കുകയും ചെയ്യുമ്പോഴേ ഈ സമൂഹം പരിവർത്തിക്കൊള്ളൂ. ഇന്നലെ ഒരു ചെറിയ കുട്ടി ഒരു ക്ലാസ് കഴിഞ്ഞ് എന്നെ മോട്ടോർ ബൈക്കിൽ ഒരു ടൗണിൽ വിട്ടു. അപ്പോൾ എന്നോട് പറഞ്ഞെന്താ, നിങ്ങൾ എന്റെ നാട്ടിൽ ഒരാളുണ്ട്, അവൻ വന്നതിന് ശേഷം അവിടെ ഞങ്ങൾ 10 സെന്റ് സ്ഥലം വാങ്ങി, അവിടെ മദ്രസ വന്നു, ക്ലാസ് വന്നു, ഒക്കെ വന്നു, ഒറ്റക്കുള്ളൂ. അവനെ പോലെ 6 ആളുകളുണ്ടെങ്കിൽ ഞങ്ങളുടെ നാട് ഇന്ന് അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാവും. അവനെ പോലെ 6 ആളുണ്ടെങ്കിൽ, ഞാൻ അവിടെ ക്ലാസ് എടുക്കാൻ പോയ അവനെ പോലത്തെ 6 ആളല്ല, അവിടെ 60 ആളുണ്ട്. പക്ഷെ സഹോദരങ്ങളെ, അവനല്ലാത്ത ഒരുത്തൻ അവിടേക്ക് കയറി വരാനില്ല. ഞാൻ പറഞ്ഞത് ഈ സമൂഹത്തിൽ പ്രതികരിക്കണം. ഞാൻ പറഞ്ഞു, ഇവിടെ പോയി ഇരിക്കുന്ന ചെറുപ്പക്കാരും ആൾക്കാരും ഒന്ന് കൈകോർത്ത് പിടിച്ചാൽ സഹോദരങ്ങളെ, ഇവിടുത്തെ തിന്മകളെ, ഇവിടുത്തെ എല്ലാ തിന്മകൾക്കുമെതിരെ ഏത് മൂലകളിലും കയറി ചെന്ന് പ്രതികരിക്കാൻ നമുക്ക് പറ്റും. നമുക്ക് ആളുകളെ വിളിച്ചു ചേർക്കാൻ പറ്റും, നമ്മുടെ കൂട്ടുകാരെ വിളിച്ചു ചേർക്കാൻ പറ്റും. ചുരുങ്ങിയത് നമ്മുടെ പട്ടണത്തെയെങ്കിലും തിന്മകളിൽ നിന്ന് മുക്തമായ ഒരവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ ഒരു കൂട്ടായ്മക്ക് പറ്റും എന്ന ആത്മവിശ്വാസവും ഉറപ്പും എനിക്കുണ്ട്. സഹോദരങ്ങളെ, ആ പിന്തുണ, ആ മനസ്സാണ് ഈ സമൂഹത്തിൽ ഉണ്ടാവേണ്ടത്. അതാണ് ഇസ്ലാം നമ്മളോട് ആവശ്യപ്പെടുന്ന കാര്യം. ഇപ്പം ഒരു തെറ്റ് കാണുമ്പോൾ ചോദിക്കാനുള്ള ഒരു തൻ്റെ ഇടം, ഒരു നന്മ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരാഗ്രഹം. അതേപോലെ തന്നെ സഹോദരങ്ങളെ, മറ്റൊന്ന് തിന്മകളുടെ വഴികളടക്കാനുള്ള മാർഗം, മതകാര്യങ്ങൾ ആളുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം, പഠിപ്പിച്ചു കൊടുക്കണം, ശരിക്ക് പഠിപ്പിക്കണം. ഞാൻ പറഞ്ഞ ശരിക്ക് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, ഇന്ന് സമൂഹത്തിൽ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, 7ാം ക്ലാസ് വരെ മദ്രസ പോയതാണ് അവള്, 10ാം ക്ലാസ്സിലത്തെ മദ്രസയും കഴിഞ്ഞിട്ടാണ് അവളെ ഞങ്ങൾ കോളേജിലേക്ക് പറഞ്ഞയച്ചത്. എന്നിട്ട് അവള് ഇങ്ങനത്തെ ഒരു അപമാനം ഞങ്ങൾക്ക് വരുത്തിയാലും, ഒരു മുസ്ലിമും കൂടി അല്ലാത്ത ഒരാളല്ലേ എന്നൊക്കെ ചില രക്ഷിതാക്കന്മാർ നമ്മോട് ചോദിക്കലുണ്ട്. അപ്പൊ നമുക്ക് പറയാനുള്ള മറുപടി സഹോദരങ്ങളെ, മദ്രസ എന്താ പഠിക്കണേ? നിങ്ങൾ മദ്രസ അറബിയ പഠിക്കണേ. അറബി ഇങ്ങനെ ഓതാനും അറബി ഇങ്ങനെ വായിക്കാനും അതൊക്കെ പഠിക്കണം. പിന്നെ ഒരു നല്ല വിശ്വാസത്തോടു കൂടെ ജീവിക്കുന്ന ഒരാൾക്ക് പാലിക്കേണ്ട കുറച്ച് മര്യാദകളും കാര്യങ്ങളാണ് പഠിക്കണം. സഹോദരങ്ങളെ, മനസ്സു മാറുന്ന ഒരാശയമുണ്ട്, അത് ഖുർആനാണ്. നിങ്ങൾ ശരിക്കും എടുത്ത് നോക്കൂ. നിങ്ങൾ ഈ 10ാം ക്ലാസ് വരെയല്ലേ മദ്രസ പുസ്തകം എടുത്ത് നോക്കിയിട്ട് അതിൽ എത്ര ആയത്തുണ്ട് നോക്കൂ. നിങ്ങൾ ഖുർആനിൽ 114 അധ്യായങ്ങളിൽ 6000 ചില്ലാനം വചനങ്ങളിൽ എത്ര ആയത്തുണ്ട് മദ്രസ പാഠപുസ്തകങ്ങളും നോക്കുക. നമ്മൾ പുതിയ മദ്രസ ഉണ്ടാക്കിയത് എന്തിനാ വെച്ചാൽ ഓരോ പുസ്തകത്തിലും ആയത്ത് വെച്ചാണ് പഠിപ്പിക്കുന്നത്. അയന്നെ ഖുർആന്റെ ആയത്ത് 5ാം ക്ലാസ്സിലെ അഖീദന്റെ പുസ്തകം എടുത്തുകാട്ട് നിങ്ങൾ പരിശോധിച്ചാൽ അതിന്റെ ഓരോ അധ്യായവും അള്ളാഹുവിനെ പഠിപ്പിക്കുന്ന ആയത്തിൽ കുർസി ഇങ്ങനെയുണ്ട്, അർത്ഥത്തോടു കൂടെ കൊടുത്തിട്ടാണ്. ഞാൻ പറഞ്ഞത്, ഖുർആനിന്റെ ആശയങ്ങൾ മനസ്സിക്ക് തട്ടണമെങ്കിൽ 10 കൊല്ലത്തെ മദ്രസ വേണ്ട, ഒറ്റ ദിവസം മതി, ഒരു അരമണിക്കൂർത്തെ ഖുതുബ മതി സഹോദരങ്ങളെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിൽ തട്ടിയ ഒരു CD നിങ്ങളുടെ കുട്ടി 10 മിനിറ്റിൽ നിന്ന് കേട്ടാൽ മതി, ആ കുട്ടി മാറും. ഞാൻ പറഞ്ഞത്, ഹൃദയങ്ങളെ മാറ്റുന്ന ബോധവൽക്കരണങ്ങൾ തിന്മകളിൽ നിന്ന് നമ്മുടെ സമൂഹത്തെ രക്ഷപ്പെടുത്താൻ അനിവാര്യമായിരിക്കും. ആ ബോധ്യപ്പെടുത്തൽ നമ്മുടെ ഭാര്യനെ ബോധ്യപ്പെടുത്തണം, നമ്മുടെ ആൾക്കാരെ ബോധ്യപ്പെടുത്തണം. ഒരു പക്ഷേ ചില ആളുകൾ മനോവേദന പറഞ്ഞുകൊണ്ട് തിരിച്ചു വന്ന ആൾക്കാർ, എനിക്കുണ്ടല്ലോ ഇപ്പൊ എനിക്ക് കിട്ടിയ ബോധം ഒരു 10 കൊല്ലം എനിക്ക് കിട്ടിയിരുന്നുവെങ്കിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത ആ തിന്മകൾ എൻ്റെ ജീവിതത്തിൽ വരുമായിരുന്നില്ല എന്ന് എത്ര ആളുകൾ സങ്കടപ്പെട്ടിട്ടുണ്ട് സഹോദരങ്ങളെ. അത് സമയത്ത് കൊടുക്കാൻ, ആ ബോധം സമയത്ത് കൊടുക്കാൻ നമ്മൾ തയ്യാറാവുക എന്നുള്ളത് തിന്മകളുടെ വഴികൾ അടക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലെ. വിശ്വാസത്തിന്റെ ഒരു മനസ്സിൽ ഒരു വ്യഭിചാരം സംഭവിക്കുകയില്ലെന്ന് അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് ഉറപ്പു തന്നു. അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെ കുറിച്ചും മലക്കുകളെ കുറിച്ചും വേദഗ്രന്ഥങ്ങളെ കുറിച്ചും വേരൂന്നിയ വിശ്വാസമുള്ള ഒരു മനസ്സിനെ വ്യഭിചരിക്കാൻ പറ്റില്ല. അത്രയും
വിശ്വാസിയായിക്കൊണ്ട് ഒരാൾ വ്യഭിചരിക്കില്ല. വിശ്വാസിയായിക്കൊണ്ട് മറ്റൊരുത്തൻ്റെത് മോഷ്ടിക്കാൻ ഒരാൾക്ക് പറ്റില്ല സഹോദരങ്ങളെ, പറ്റില്ല, ഉറപ്പ്. അപ്പൊ എന്തേ, വിശ്വാസത്തിന്റെ ഒരു മനസ്സ് ഹൃദയത്തിൽ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊരു സംഗതി എന്താ വെച്ചാൽ, തെറ്റുകൾക്ക് സമൂഹത്തിൽ അവസരം വരുന്നത് ന്യായീകരണങ്ങളാണ്. ന്യായീകരണം, എല്ലാറ്റിനും ന്യായം. എൻ്റെ ഒരു സുഹൃത്ത് ഇന്നലെ പറഞ്ഞു, അദ്ദേഹത്തിന്റെ അടുക്കൽ മതപരമായ കാര്യങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി, കുറച്ച് ഉപദേശങ്ങൾ ചോദിക്കാൻ വേണ്ടി സമൂഹത്തിലെ ഏറ്റവും വൃത്തികെട്ടവളായി അറിയപ്പെടുന്ന ഒരു സ്ത്രീ വന്നു എന്നാണ്. ഒരു കയറി വന്നപ്പോൾ തന്നെ സത്യത്തിൽ അയാൾ അത്ഭുതപ്പെട്ടു പോയി. സമൂഹത്തിൽ ഒരിക്കലും ആളുകൾ നന്മ പറയാത്തൊരു സ്ത്രീ. എന്നിട്ട് അവർ പറഞ്ഞു എന്താ, ഒരൊറ്റ വാക്കിൽ അവരുടെ ജീവിതം, നിങ്ങളിപ്പോൾ എന്നെ പറ്റി എന്താ വിചാരിച്ചത്? വളരെ മോശപ്പെട്ടല്ലേ വിചാരിച്ചത്. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. അത്ഭുതപ്പെട്ടു എന്നാണ്. ഇന്നലെയാണ് ആ പണ്ഡിത സുഹൃത്തിനോട് പറഞ്ഞു. അവർ പറയാണ്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, എന്റെ ആളുകളാണ് ഈ തെറ്റിലേക്ക് എത്തിച്ചത്. അവരെ പേര് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോകുന്നതാണ് ഈ സമൂഹത്തിൽ. ഞാനല്ല, ഞാൻ ഒരിക്കലും തെറ്റ് ചെയ്തിട്ടില്ല, ആളുകൾ എന്നെ ഈ തെറ്റിലേക്ക് എത്തിച്ചു എന്നാണ്. സഹോദരങ്ങളെ, ഏറ്റവും വൃത്തികെട്ട തിന്മ ചെയ്യുന്നു എന്ന് അംഗീകരിക്കുന്നതോടൊപ്പം ഞാനല്ല ചെയ്തതെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഒരു ന്യായം. ഒരു തെറ്റ് ചെയ്യാൻ മനസ്സിലൊരു ന്യായം. പരലോകത്ത് നടക്കുമോ ആ ന്യായം? പരലോകത്ത് നടക്കുമോ സഹോദരങ്ങളെ ആ ന്യായം? ഒരിക്കലും നടക്കൂല. ഒരാളെ പലിശക്കെടുക്കാൻ വേണ്ടി നമ്മളോട് ഒപ്പിട്ടെടുക്കാൻ വേണ്ടി ഒരു സാക്ഷി ഒപ്പിട്ടാൽ, ഞാൻ പലിശ എടുത്തിട്ടില്ലല്ലോ, ഞാൻ അയാൾ പറഞ്ഞപ്പോ ഒപ്പിട്ട് പോയി എന്ന് പറഞ്ഞാൽ പറ്റൂ? ആ ഒപ്പിട്ടിന്റെ ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. എന്ത് തെറ്റ് നമ്മൾ ചെയ്താലും അതിന്റെ ഉത്തരവാദിത്വം നമുക്ക് തന്നെ. അണുമണി തൂക്കം തിന്മ ചെയ്താൽ അത് അവൻ കാണും, എന്റെ തിന്മ വേറൊരാൾ കാണില്ല. എന്റെ തിന്മ ഞാൻ തന്നെ കാണേണ്ടി വരും, ഞാൻ തന്നെ അനുഭവിക്കേണ്ടി വരും. ഒന്നും വിട്ടുപോകില്ല സഹോദരങ്ങളെ. പാപമോചനത്തിലൂടെ അത് മായ്ച്ചു പോയിട്ടില്ലെങ്കിൽ, നന്മകൾ മായ്ച്ചു കളഞ്ഞിട്ടില്ലെങ്കിൽ ആ തിന്മ നാളെ പരലോകത്ത് ഒരു വേദനയായി നിലനിൽക്കുക തന്നെ ചെയ്യും. ഇപ്പൊ ന്യായങ്ങൾ പറയാം. ഇപ്പൊ ചില പാശ്ചാത്യ നാടുകളിലൊക്കെ വ്യക്തി സ്വാതന്ത്ര്യം, ഇത് സ്വവർഗരീതിക്ക് വ്യക്തി സ്വാതന്ത്ര്യം, വ്യഭിചാരത്തിന് വ്യക്തി സ്വാതന്ത്ര്യം. ഒരു വ്യക്തിക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ എന്തിനു നമ്മൾ ഇടപെടുന്നു? ഇപ്പൊ കുട്ടികളെ കാര്യത്തിൽ ചില രക്ഷിതാക്കന്മാരും നമ്മുടെ കൂട്ടത്തിൽ അങ്ങനത്തെ ഒരു സമീപനമാണ്. അത് കോൽക്കൊരു സമയമാകുമ്പോൾ നന്നായിക്കൊള്ളുന്നു, നമ്മൾ അങ്ങനെ വേണ്ട എന്നൊക്കെ പറഞ്ഞാൽ അവരെ സ്വാതന്ത്ര്യത്തിനൊരു കുറവല്ലേ? സഹോദരങ്ങളെ, അങ്ങനെയൊക്കെ വിശാലമായി ചിന്തിച്ചാൽ എന്താ സംഭവിക്കാന്ന് പറയാൻ പറ്റൂല. ഞാൻ പറഞ്ഞത് അവർ ന്യായീകരണം, അവനവന്റെ തിന്മകൾക്ക് ന്യായങ്ങൾ പറയുക എന്നുള്ളത് വളരെ തിന്മകളിലേക്ക് എത്തിക്കുന്ന ഒരു കാര്യമാണ്. ഓരോ ചില ആൾക്കാർ പറയും, ഞാൻ വളർന്നൊരു സാഹചര്യം അതാണ്, എൻ്റെ ചുറ്റുപാട് അതാണ്. അതൊന്നും പാണ്ട് കാര്യമില്ല സഹോദരങ്ങളെ. നല്ല ചുറ്റുപാടും നല്ല സാഹചര്യങ്ങളും മനസ്സിലായാൽ നമ്മൾ തിരിച്ചു വരാൻ തയ്യാറാവണം എന്നുള്ളതാണ്. അപ്പൊ നോക്കൂ നിങ്ങൾ, ആ ഹദീസ് വളരെ വ്യക്തമാണ്. ലിയകൂനന്ന മിൻ ഉമ്മത്തി, എന്റെ സമൂഹത്തിൽ ചില ആൾക്കാർ വരും, യസ്തഹിലൂൻ, അവർ ന്യായീകരിക്കുന്ന അതിന്റെ അർത്ഥം, അവർ വാദിക്കും, ഹലാലാണെന്ന് അവർ സമർത്ഥിക്കും. എന്ത്? അൽ ഹിറ വൽ ഹരീറ വൽ മആസിഫ, വ്യഭിചാരത്തെ, പട്ടിനെ, സംഗീതോപകരണങ്ങൾ. വ്യഭിചാരത്തെ ന്യായീകരിക്കാൻ തന്നെ അല്ലേ? തികച്ചും ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും എല്ലാ അവിഹിതമായ ബന്ധങ്ങൾക്കും ഒറ്റപ്പെടലുകൾക്കും അതേപോലെ തന്നെ പരിമിതികളില്ലാത്ത സംസാരങ്ങൾക്കും പ്രേമമെന്നോ സ്നേഹമെന്നോ എന്നൊക്കെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്നോ പേര് കൊടുക്കുകയാണ്. അതാ ന്യായം. ഒരു പേരിടുക, എന്നിട്ട് എന്ത് ചെയ്യുക? എല്ലാ തോന്നിവാസങ്ങളും ചെയ്യുക. അതല്ലേ ചെയ്യണത്? ന്യായങ്ങൾ സഹോദരങ്ങളെ, ന്യായങ്ങൾ ഒരിക്കലും നമ്മൾക്ക് അതിനുള്ള സാഹചര്യമല്ല. എൻ്റെ കുടുംബം എന്നോട് പിണങ്ങിയത് കൊണ്ടാണ് ഞാൻ തിന്മയിലേക്ക് പോയത് അറിഞ്ഞാൽ കുടുംബം പിണങ്ങാൻ പാടില്ല, അത് നേരാക്കി എടുക്കുകയാണ് നമ്മൾ വേണ്ടത്. ഏതൊരു കാര്യത്തിൽ എനിക്കല്പം കടം വന്നതുകൊണ്ടാണ് ഞാൻ ആരാണ്ടത് മോഷ്ടിച്ചത് എന്ന് പറഞ്ഞാൽ മോഷണത്തിന് ന്യായമാകുമോ സഹോദരങ്ങളെ? അത് ഒരിക്കലും സാഹചര്യങ്ങളോ ചുറ്റുപാടുകളോ നമ്മുടെ തിന്മകളെ ന്യായീകരിക്കാൻ കാരണമല്ല. ഓരോ തിന്മകളും നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഖുർആനിൽ ഞാൻ പറഞ്ഞുതരാം. പരലോകത്തെത്തുമ്പോഴേ കുറെ പുരോഹിതന്മാരും പണ്ഡിതന്മാരൊക്കെ തങ്ങളെ വയറ്റപ്പയപ്പിന് വേണ്ടി കുറെ സാധുക്കളെ പറ്റിച്ച് നരകത്ത് കൊണ്ടുപോയിടും. ആ സാധുക്കള് നരകത്തിലെത്തിയിട്ട് അവരോട് പടച്ചവനോട് പറയും, റബ്ബനാ ആതിഹിം ളിഫൈനി മിനൽ അദാബ് വൽ അൻഹും ലഅനൻ കബീറാ, റബ്ബേ അവരെ നീ ശപിക്കണേ, അവർക്ക് ഇരട്ടി ശിക്ഷ കൊടുക്കണേ എന്നാണ് അല്ലാഹു പറയുന്നത്. എല്ലാവർക്കും ഉണ്ട് ഇരട്ടി എന്നാണ് പടച്ചവന്റെ മറുപടി. ഓൽക്ക് മാത്രമല്ല, നിങ്ങൾക്കും ഉണ്ടിരട്ടി, അവർക്കും ഉണ്ടിരട്ടി, പിഴപ്പിച്ചവർക്കും ഉണ്ടിരട്ടി, നിങ്ങൾക്കും ഉണ്ടിരട്ടി എന്നാണ്. എൻ്റെ അർത്ഥം എന്താ? ഇന്നാള് പിഴപ്പിച്ചു കൊണ്ട് കഴിച്ചിടാൻ പറ്റൂ, രക്ഷപ്പെടാൻ പറ്റൂ? നമ്മുടെ തെറ്റുകൾ നമ്മൾ തന്നെ ഏറ്റെടുക്കേണ്ടി വരും. അതുകൊണ്ട് സഹോദരങ്ങളെ, ന്യായീകരണങ്ങൾ ഒരിക്കലും തെറ്റ് ചെയ്യാനുള്ള ന്യായങ്ങളല്ല. പരലോകത്ത് നമ്മുടെ റിക്കാർഡ് തരുമ്പോൾ നമ്മൾ ചെയ്ത കയ്യിലുണ്ടാവും. അതാര് ചെയ്യിപ്പിച്ചു, എങ്ങനെ ചെയ്തു എന്നതും അതിലുണ്ടാകും. അതിന്റെ കൃത്യമായ കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും. സഹോദരങ്ങളെ, എന്താണ് പരിഹാരം?
എന്താണ് പരിഹാരം? പരിഹാരം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇതുവരെ നിർദ്ദേശിച്ച ഈ കാര്യങ്ങളെ ഒന്നും കൂടെ വിശാലമായി നമ്മൾ എല്ലാ സാഹചര്യങ്ങളെയും ചുറ്റുപാടുകളെയും നമ്മളൊന്ന് മനസ്സിലാക്കി പെരുമാറുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിൽ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന പോലെ ഒരു പുതിയ സമൂഹത്തെ നമ്മൾ സൃഷ്ടിക്കുക സഹോദരങ്ങളെ. നമ്മൾ ആരും മാറി നിൽക്കേണ്ടവരല്ല. എനിക്കതാ പറയണം, അത് സാധിക്കുമെന്ന ഉറച്ച വിശ്വാസം നമുക്കുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ നാടല്ലാത്ത വേറെ ഏത് നാട് പരിശോധിച്ചാലും നമുക്കറിയാം നമ്മൾ ഈ നടത്തുന്ന ഖുർആൻ ക്ലാസ്സുകളും പ്രഭാഷണങ്ങളും സംസാരങ്ങളും എന്തുമാത്രം മാറ്റങ്ങൾ ഈ സമൂഹത്തിൽ ഉണ്ടാക്കി എന്നുള്ളത് സഹോദരങ്ങളെ കണ്ണടച്ച് ഇരുട്ടടക്കാത്തവർക്ക് ഒക്കെ മനസ്സിലാകുന്ന 100% ഉറപ്പാണ്. 100% ഉറപ്പാണ്, യാതൊരു സംശയവുമില്ല. ശരിക്കും ഈ സമൂഹത്തിന് അവസരങ്ങൾ തുറന്നു കൊടുത്താൽ വരുന്നതാണ്. ഇന്നലെ ഒരാൾ അഭിപ്രായപ്പെട്ടെന്ന് വെച്ചാൽ പിന്നെ ഒരു പ്രദേശത്തെ ഖത്തീബും ഉണ്ട്, അവിടുത്തെ ഒരു ശ്രോതാവാണ് അയാൾ. എന്നിട്ട് പറയാം, ഈ മൗലവി ഖുതുബ പറയുന്ന പള്ളിയത്തെ ആളുകൾ തന്നെയാണ് അതിൻ്റെ ഒക്കെ ആൾക്കാർ. സമൂഹത്തിൽ അങ്ങനെ ചില ആൾക്കാരുണ്ട്, ഇവിടെ എന്ത് പ്രസംഗിച്ചിട്ടെന്താ, എന്ത് പറഞ്ഞിട്ടെന്താ, ഇവിടെ ആരാ നേരാകുക എന്ന് പറഞ്ഞ് കഴിയും. സഹോദരങ്ങളെ, നേരാവും. ആ ഖത്തീബ് വളരെ ആർജവത്വത്തോടെ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ മുമ്പിൽ പിടിച്ചു കൊടുന്ന് കാണിച്ചു തരാം. അയാളൊരു നല്ല ഉദാഹരണം, ഒരു മദ്യപാനി റോട്ടിൽ വെച്ച് കാണിച്ചൊരു സീനും ഇന്ന് അയാളുള്ള സ്ഥാനവും ഒന്ന് വേർതിരിച്ച് പറഞ്ഞു കൊടുത്തു. ആളെ 2 ജീവിതാവസ്ഥകളെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. പറ്റും സഹോദരങ്ങളെ, തിന്മയിലേക്ക് സമൂഹം കുത്തി ഒഴുകുന്നതിനേക്കാളും വേഗതയിൽ നന്മയിലേക്ക് അവർ വരും. തുറന്നു വെക്കൂ നിങ്ങൾ. ഈ പള്ളിയിൽ നിന്ന് ജുമാ കഴിഞ്ഞിട്ട് ആ ഒതുക്കുമ്പോൾ കൂടി ഇങ്ങനെ വരുന്ന ആൾക്കാരെ നിങ്ങൾ നോക്കുന്നു. ഓലക്കപ്പോൾ ഈ ആൾക്കാരന്മാർ താടിയും ബിരിയാണിക്ക് നേരം 5 നേരം പള്ളിക്കൊക്കെ വരുന്ന ആൾക്കാരൊന്നും നമുക്ക് വിശ്വാസമില്ല. പക്ഷേ എങ്കിലും സഹോദരങ്ങളെ, ഒരു കാര്യം കേൾക്കാനും അറിയാനും നന്മയുടെ ഒരു വാതിൽ തുറന്നു വെച്ചാൽ ഞങ്ങൾ അവിടെ ഉണ്ടാകുമെന്ന് പറയുന്ന ഒരു യുവജനത ഇവിടെയുണ്ട്. നമ്മൾ വിളിച്ചാൽ വരാൻ കാത്തിരിക്കുന്നവർ. പക്ഷേ നമുക്കെന്തോ ഒരു മടി അവരെ വിളിക്കാൻ, അവരെ ക്ഷണിക്കാൻ, അവരെ വരുത്താൻ, അവർക്ക് വാതിൽ തുറന്നു വെക്കാൻ. എനിക്കോർമ്മയുണ്ട്, ഇവിടെയുള്ള ഈ പിന്നെ ദീനിയായ ചിട്ടകളൊന്നും ഇല്ലാത്ത മുസ്ലിം ചെറുപ്പക്കാരെ 1-2 പ്രാവശ്യം ഒരു ഭക്ഷണമൊക്കെ സംഘടിപ്പിച്ചിട്ട് വിളിച്ചു ചേർത്തൊരു ഓർമ്മ എനിക്കുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് എത്ര 100 കണക്കിന് ആൾക്കാരിൽ പങ്കെടുത്തിരുന്നു മൗലാന ഹോസ്പിറ്റലിന്റെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട്. അവരൊന്നും ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അങ്ങനെ ഒരു ശ്രമം നടത്തിയാൽ അത് വിജയിക്കുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ആരും ദൂരെ മാറി നിൽക്കാതെ ഒരു മാറ്റത്തിന് വേണ്ടി എല്ലാ സാഹചര്യങ്ങളും തിന്മയിലേക്ക് ആളുകളെ പിടിച്ചു വലിക്കുമ്പോൾ നമ്മളെ മോചിപ്പിച്ച്, നമ്മുടെ കുടുംബങ്ങളെ മോചിപ്പിച്ച്, നാം താമസിക്കുന്ന ഗ്രാമങ്ങളെ മോചിപ്പിച്ച്, നാം താമസിക്കുന്ന ഈ സംസ്ഥാനത്തെ, ഈ രാജ്യത്തെ ഒട്ടാകെ മോചിപ്പിക്കാൻ നമ്മുടെ എളിയ ശ്രമങ്ങൾക്ക് പറ്റും. ലോകത്ത് വിപ്ലവകാരികളായ പണ്ഡിതന്മാർ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പോലെയുള്ള മഹാരഥന്മാർ ലോകത്തിന് നൽകിയ മാതൃകകൾ അതാണ്. ഒരുപക്ഷെ വിവാഹം കഴിക്കാൻ പോലും മറന്നുപോയ ആ പരിഷ്കർത്താക്കൾ ജീവിതത്തിൽ ഇസ്ലാമിക പ്രമാണങ്ങളുമായി, ഖുർആൻ ക്ലാസുമായി, ഹദീസുകളും ഖുർആനുമായി സമൂഹത്തിലിറങ്ങിയപ്പോൾ വിപ്ലവങ്ങളുണ്ടായി. അത് ഭരണകൂടങ്ങളെ അട്ടിമറിച്ചിട്ടല്ല സഹോദരങ്ങളെ, ജനങ്ങളെ നിയമങ്ങൾ കയ്യിലെടുക്കുന്ന സേനകൾ രൂപീകരിച്ചിട്ടല്ല, മനസ്സുകളെ മാറ്റുന്ന വിപ്ലവകരമായ ഉപദേശങ്ങളെ കൊണ്ടായിരുന്നു. നമുക്കതിന് പറ്റും, നമുക്കതിന് സാധിക്കും. അതുകൊണ്ട് സഹോദരിമാർ അവിടെ തലങ്ങളിലും, കുട്ടികൾ അവിടെ തലങ്ങളിലും, യുവാക്കൾ അവിടെ തലങ്ങളിലും നമ്മളെല്ലാവരും ഒന്നിച്ചു ചേരുമ്പോൾ ഈ മഹത്തായ സ്ഥാപനത്തെയും ഈ മഹത്തായ സാഹചര്യങ്ങളെയും നാം ഉപയോഗപ്പെടുത്തുമ്പോൾ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ തീർച്ചയായും സാധിക്കും. നന്മ കൽപ്പിക്കുന്ന, തിന്മ വിരോധിക്കുന്ന, ഒരു വിജയിക്കുന്ന ഒരു സമൂഹമായി മാറാൻ നമുക്ക് പറ്റും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല സഹോദരങ്ങളെ, ഇവിടുത്തെ ഏതു സംരംഭങ്ങളിലും ഏതു നന്മകളിലും അകമഴിഞ്ഞ് സഹായിക്കുന്നവരും സ്നേഹിക്കുന്നവരും പിന്തുണ നൽകുന്നവരുമാണ് നമ്മൾ. ആ സാന്നിധ്യമാണ് ഈ നിറഞ്ഞ സദസ്സും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഈ പ്രോത്സാഹനങ്ങളെല്ലാം അള്ളാഹുവിന് വേണ്ടിയാണ്, പ്രതിഫലാർഹമാണ്. തുടർന്നുള്ള പരിപാടികളും നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവണം. ഈ മൊത്തം ഈ പന്തൽ മുഴുവൻ 1 ലക്ഷത്തിലധികം രൂപ ചെലവ് വരും. അത് ഒരു വ്യക്തി നമുക്ക് തന്നതാണ്. ഈ നാട്ടിൽ ഈ ക്ലാസ്സിന് വരുന്ന ഒരാൾ പോലുമല്ലത്. പക്ഷേ ഇവിടെ നടക്കുന്ന ഈ നന്മയെക്കുറിച്ച് അറിയുന്നത് കൊണ്ട് ഞാൻ 1 ലക്ഷം രൂപ കൊടുത്താൽ അത് വെറുതെ ആവില്ലെന്ന് അറിഞ്ഞതിൻ്റെ പേരിലാണ്, ആ പന്തലിലാണ് നാം ഇരിക്കുന്നത്. നിങ്ങൾക്കറിയാം, നിങ്ങൾ വീട്ടിൽ രാത്രി ഉറങ്ങുമ്പോൾ ഒരു 10 ലക്ഷം ചെലവാക്കിയത് കൊണ്ടാണ് നിങ്ങൾക്ക് അവിടെ ഉറങ്ങാൻ പറ്റുന്നത്. നമുക്കറിയാമല്ലോ. വീട്ടിൻ്റെ ടാപ്പ് തുറക്കുമ്പോൾ മോട്ടോർ വെക്കാനും ടാങ്ക് ഘടിപ്പിക്കാനും ഒരു 10,000 ചെലവഴിച്ചത് കൊണ്ടാണ് നമുക്ക് ടാപ്പ് തുറന്ന് ഒതുകൊടുക്കാൻ പറ്റുന്നത്. ഈ സൗകര്യങ്ങൾ നാം വെറുതെ അനുഭവിക്കുമ്പോൾ നമ്മുടെ പങ്ക് അതിലുണ്ടെങ്കിൽ സഹോദരങ്ങളെ നമുക്ക് ആത്മവിശ്വാസത്തിൽ അനുഭവിക്കാൻ പറ്റും. ഈ സ്ഥലം 1.25 കോടി രൂപ നമ്മളുടെ സംഭാവനകളാണ്. ആ ആത്മനിർവൃതിയാണ് നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്നത്.
എന്ന പോലെ ഏതു നന്മകളും നമ്മുടെ പങ്കാളിത്തം ഉണ്ടാവുക. നാം ഒളിവെടുക്കുമ്പോൾ ആ ഒരു വെള്ളത്തിൽ എൻ്റെ പങ്കാളിത്തമുണ്ട്. ഞാൻ മുസല്ല വിരിക്കുമ്പോൾ അതിൽ എൻ്റെ പങ്കാളിത്തമുണ്ട്. ഞാനൊരു കസേരയിട്ട് ദീൻ കേൾക്കുമ്പോൾ അതിൽ എൻ്റെ പങ്കാളിത്തമുണ്ട്. ഇവിടെ ഒരു പ്രസംഗകൻ വന്ന് തിരിച്ചു പോകുമ്പോൾ അയാൾ വീട് വരെ എത്താനുള്ള പെട്രോളിൻ്റെ കാര്യത്തിൽ എൻ്റെ പങ്കാളിത്തമുണ്ട്. ഈ സ്റ്റേജ് ഒരുക്കുമ്പോൾ എൻ്റെ പങ്കാളിത്തമുണ്ട്. ഈ ശബ്ദം വരുന്ന മൈക്കുകൾക്ക് പിന്നിൽ എൻ്റെ പങ്കാളിത്തമുണ്ട്. സഹോദരങ്ങളെ, ഒന്നിന് കൊടുക്കുന്ന പണം മറ്റൊന്നിന് ചെലവഴിക്കൂല. ഈ പള്ളിയിൽ സക്കാത്തായിട്ട് ഒരു പക്ഷേ 10 ലക്ഷത്തിലധികം രൂപ ഒരു വർഷം കിട്ടുന്നുണ്ടാവും. അതിന് ഒരു 10% എടുത്താൽ ഇവിടുത്തെ പ്രബോധന പ്രവർത്തനങ്ങൾ ഭംഗിയായി നടക്കും. പക്ഷേ 40,000 റുപ്യ കടത്തിലാണ് പോണത്. അതിന് നീക്കെടുക്കാൻ പറ്റൂല. സക്കാത്തിന്റെ ആ പൈസ നീക്കെടുക്കാൻ പറ്റൂല. ഒക്കെ കൈകാര്യം ചെയ്യുന്നത് നമ്മൾ തന്നെയല്ലേ സഹോദരങ്ങളെ? ഒരു വൗച്ചർ ചെയ്തേ പോരെ, പറ്റൂല. മനസ്സിലായില്ലേ? ഈ സ്ഥലത്തേക്ക് തന്ന പൈസയിൽ നിന്ന് പള്ളിയിലേക്ക് ഹൗദിൽ വെള്ളമടിക്കാൻ പണം എടുക്കാറില്ല. അതാണ് ഇസ്ലാമിന്റെ സാമ്പത്തികമായ നിയമം. ആ നിയമങ്ങൾക്കനുസരിച്ചേ ഇവിടെ പോകും. അതുകൊണ്ട് ഇന്നതിനെന്ന് പറഞ്ഞ് നിങ്ങൾ കൊടുത്ത പണം അതിന് തന്നെ ചിലവഴിച്ചിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇവിടുത്തെ അവസ്ഥകൾ അന്വേഷിച്ച് അതിനുവേണ്ട സഹകരണങ്ങളും സഹായങ്ങളും ചെയ്യണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അടുത്ത ഒരു പ്രഭാഷണത്തിന് വേണ്ടി ഒരു വഴി ഒരുക്കുക മാത്രമാണ് ഞാൻ ചെയ്തത്. എൻ്റെ പ്രഭാഷണം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുന്നതാണ്. നമുക്ക് നമ്മുടെ MSMന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള താജുദ്ദീൻ സലാഹി ഇവിടെ പ്രഭാഷണത്തിനുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ സാഹചര്യങ്ങളെ പ്രേരണയും പ്രചോദനവുമായിട്ടാണ്. നമ്മുടെ എല്ലാ നന്മകളും അല്ലാഹു പൂർണ്ണ പ്രതിഫലത്തോടെ നമ്മൾ സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ വന്നുപോയ തെറ്റുകളെ അല്ലാഹു നമുക്ക് പുറത്തു മാപ്പ് തരുമാറാവട്ടെ. നമ്മുടെ വീടുകളിൽ നമ്മൾ ഇറങ്ങി വരുമ്പോൾ അവിടെ രോഗികളുണ്ട്, വിഷമിക്കുന്നവരുണ്ട്. നമ്മൾ തന്നെ നമ്മുടെ മനസ്സിൽ നല്ല പ്രതിസന്ധികളും പ്രയാസങ്ങളും കൊണ്ടു നടക്കുന്നുണ്ട്. നല്ല ആഗ്രഹങ്ങളുണ്ട്, പല തടസ്സങ്ങളും ജീവിതത്തിലുണ്ട്. എല്ലാം നീക്കിത്തരികയും നമ്മെ അനുഗ്രഹിക്കുകയും ഇഹലോകത്തും പരലോകത്തും സമാധാനത്തോടെ ജീവിക്കാൻ അല്ലാഹു നമ്മെ നമുക്ക് അവസരമൊരുക്കുകയും ചെയ്യുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ